അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം ഒരുമിച്ച് ആരാധിപ്പാൻ നമുക്കിടയാക്കിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് കേട്ടതുപോലെ നമ്മളെ എന്തിനു വേണ്ടിയാണ് വിളിച്ചത്? ആർക്കും അനക്കമില്ലേ? നമ്മളെ എന്തിനു വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്? അവൻ്റെ നിത്യതേജസ്സിലേക്കാണ് വിളിച്ചേക്കുന്നത്. ഇവിടെ ആരെങ്കിലും ആകാൻ വേണ്ടിയിട്ടല്ല, ഇവിടെ എന്തെങ്കിലും കുറേ നന്മകൾ ലഭിക്കാൻ വേണ്ടിയിട്ടല്ല. യേശുക്രിസ്തു കാൽവറിയിൽ യാഗമായത് ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവിക പദ്ധതിയും പ്രകാരം നമ്മളെ നിത്യതേജസ്സിലേക്ക് എത്തിക്കുവാൻ. അതിൽ കുറഞ്ഞൊരു വിളി ഇല്ല. അവിടെ എത്തിച്ചെല്ലാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം ഒരു പരാജയമായിരുന്നു. ഒരുപാട് വചനങ്ങൾ നിന്നുകൊണ്ട് ഞാനൊന്ന് സംസാരിച്ചായിരുന്നു. ഇന്നൊരു വചനത്തിൽ കൂടി നിന്നുകൊണ്ട് സംസാരിക്കുന്നു. പല വചനങ്ങളുണ്ട്. 2 തെസ്സലോനിക്കർ 2:13-14. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണം, സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഇച്ചിരി നേരം പറയുന്നു. ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ ശുദ്ധീകരണം, ആദ്യം നടക്കേണ്ട നമ്മുടെ ആത്മാവിൻ്റെ ശുദ്ധീകരണം. ഞാനൊരു കുടുംബത്തിൽ ജനിച്ചു വളർന്നാൽ എൻ്റെ ആത്മാവിൻ്റെ ശുദ്ധീകരണം നടക്കത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ എൻ്റെ ആത്മാവിനെ ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ ആത്മാവിൻ്റെ ശുദ്ധീകരണം നടക്കൂ. നോക്കി, നമ്മളെ വിളിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണം, സത്യത്തിൻ്റെ വിശ്വാസം. ട്രൂത്ത് എന്ന് പറയുന്ന യേശുവാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, എല്ലാ ശരിയും ട്രൂത്തല്ല. ശരിയും ട്രൂത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. ശരിയും സത്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ ശരിയും സത്യവും തമ്മിലുള്ള വ്യത്യാസം അറിയണമെങ്കിൽ തന്നെ ഒരു ദൈവവിതലിനെ പറ്റത്തുള്ളൂ. കാരണം സത്യം എന്ന് പറയുന്നത് യേശുവാണ്. ശരിയെന്ന് പറയുന്നത് ലോകം പറയുന്ന, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ശരിയെന്ന് തോന്നുന്നതൊക്കെ ശരിയെന്ന് തോന്നാം. പക്ഷെങ്കിൽ അത് നിത്യതയിൽ ട്രൂത്തല്ല. അല്ലെ, എപ്പോഴും എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും ട്രൂത്തല്ല. പക്ഷെങ്കിൽ ദൈവവചനവും യേശുക്രിസ്തുവും ദൈവവും ഒക്കെ ഈ കാലം പോയാലും എന്തായാലും എവിടൊക്കെ ചെന്നെന്ന് പറഞ്ഞാലും സത്യമാണ്. പല സ്ഥലങ്ങളിൽ പല കൾച്ചറുകളുണ്ട്. ഇവിടുത്തെ കൾച്ചർ വേറൊരു രാജ്യത്ത് നിന്ന് അത് ശരിയല്ല. നിങ്ങൾ പറയത്തില്ല, അത് നമ്മുടെ കൾച്ചറാണ്, അത് അവിടെ ശരിയല്ല. അപ്പോൾ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ശരിയും സത്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സത്യം എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നത്, എവിടെ പോയാലും നിത്യതയിൽ ചെന്നാലും എവിടെ വന്നാലും സത്യം. ആ സത്യത്തിൻ്റെ വിശ്വാസം ആത്മാവിൻ്റെ ശുദ്ധീകരണം പ്രാപിച്ചൊരു വ്യക്തിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്താ സത്യം എന്നുള്ളത്. അതുകൊണ്ടാണ് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട്, ഇവർ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ സത്യം അറിയുകയും സത്യം അവരെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ ഇരിക്കുന്ന യഹൂദന്മാർക്കൊന്നും സത്യം അറിഞ്ഞിട്ടില്ല. പക്ഷെ അവർക്ക് ഒരുപാട് ശരികൾ അറിയാം. പരീക്ഷന്മാർക്ക്, സാധുക്യർക്കൊക്കെ ഒത്തിരി ശരി അറിയാം, പക്ഷേ സത്യം അറിയത്തില്ലായിരുന്നു. ഇന്നും അനേകർക്ക് ശരികൾ അറിയാം, സത്യം അറിയത്തില്ല. പക്ഷെ സത്യം അറിയാത്തവർ ഒരിക്കലും കർത്താവിൻ്റെ നിത്യതയിൽ എത്തിച്ചെല്ലുന്നില്ല. അതിനാദ്യം നടക്കേണ്ട കാര്യം ഈ ആത്മാവിൽ നമ്മളെ ആദ്യം മുതൽ തിരഞ്ഞെടുത്ത ഈ ആത്മാവിൻ്റെ ശുദ്ധീകരണം പ്രാപിച്ചാലേ സത്യം അറിയാൻ പറ്റൂ. ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നെങ്കിൽ മാത്രമേ ആ സത്യം അറിയാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ദൈവം അത് വെളിപ്പെടുത്താത്തോളം കാലം ഈ സത്യം, ഏത് വ്യക്തിയാണ് സത്യം അറിയാത്ത ആ വ്യക്തി ഇരുട്ടില്ല. അവൻ ജീവിക്കുന്നത് മൊത്തം അവൻ്റെ ശരികളില്ല, അത് സത്യമല്ല. എൻ്റെ ശരികളിൽ ഞാൻ ജീവിച്ചാൽ അത് സത്യമല്ല. ദൈവം എന്താഗ്രഹിക്കുന്നു അതുപോലെ ജീവിച്ചാൽ മാത്രമേ സത്യത്തിൽ ജീവിക്കുന്നുള്ളൂ.
എൻ്റെ ശരികളിൽ ഞാൻ ജീവിച്ചാൽ ഒരിക്കലും സത്യമല്ല. എനിക്ക് എൻ്റേതായ ഒത്തിരി ശരികളുണ്ട്, അത് സത്യമല്ല. അത് സത്യമാകണമെങ്കിൽ അതും ദൈവവചനവും തമ്മിൽ ഒത്തുപോകണം. നമ്മൾ പലതും സത്യമാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാറുണ്ട്, അത് സത്യമല്ല. ദൈവം എന്ത് പറയുന്നു അത് മാത്രമേ ഉള്ളൂ സത്യം. അത് ദൈവം തന്നെ വെളിപ്പെടുത്തി തരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് യേശുവാ. ഞാനാ വഴി, സത്യം, ജീവൻ, യേശു. ആ സത്യം അറിയാതെ എത്രയോ പേരുണ്ട്. ഏറ്റവും വലിയ സത്യം യേശുവാ. ആ യേശുവിനെ അറിയാത്ത, ആ സത്യം അറിയാത്ത എത്രയോ പേരുണ്ട്. അപ്പോൾ ആ സത്യം അറിയാത്ത അനേകർ വിശ്വാസത്തിലല്ല, അത് സത്യവിശ്വാസമല്ല. യേശുവിലുള്ള വിശ്വാസം മാത്രമേ ഉള്ളൂ സത്യവിശ്വാസം. ആദ്യമായിട്ട് സത്യമാകുന്ന യേശുവിനെ ഒരു വ്യക്തി വിശ്വസിച്ചെങ്കിൽ മാത്രമേ തുടർന്നുള്ള സത്യങ്ങൾ അവന് വെളിപ്പെട്ട് കിട്ടൂ. ഇനിയും ചിലരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുക. അല്ല, യേശു മാത്രമേ സത്യമുള്ളെന്ന് വിശ്വസിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥ വെളിപ്പാട് അവന് കിട്ടത്തുള്ളൂ. അവിടെ ഇവിടെ നിന്നാൽ കിട്ടത്തല്ല. യേശു മാത്രം സത്യം എന്ന് വിശ്വസിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥ വെളിപ്പാട് ദൈവം അവന് കൊടുക്കുകയുള്ളൂ. നോക്കിയാ, സത്യത്തിൻ്റെ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു. നോക്ക്, തിരഞ്ഞെടുപ്പ് എല്ലാവരും തിരഞ്ഞെടുത്തിട്ടില്ല. അപ്പൊ എങ്ങനെയാ തിരഞ്ഞെടുത്തത്? ആ വ്യക്തികളുടെ ആത്മാവിന്റെ വിശദീകരണവും സത്യത്തിന്റെ വിശ്വാസത്തിനും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തിന് എപ്പോഴും സ്തോത്രം പാടുന്നു. എനിക്ക് ഞാൻ ആദ്യമേ ഇവിടെ വന്ന് ശുശ്രൂഷിച്ചപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എന്തിനാ സ്തോത്രം പാടുന്നത്? അനേകർക്ക് ഈ സത്യം മറഞ്ഞു കിടക്കുമ്പോൾ എനിക്ക് ഈ സത്യം വെളിപ്പെടുത്തി തന്ന ഒരു ദൈവമുണ്ട്. ആ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്ത ഒരു ദൈവം. അത് യഥാർത്ഥമായി വെളിപ്പെട്ട വ്യക്തിക്ക് സ്തോത്രം പാടാതിരിക്കാൻ പറ്റത്തില്ല. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ആത്മാവിൻ്റെ വിശദീകരണം ഇതുവരെ പ്രാപിച്ചോ? ഞാൻ എത്ര നല്ല പ്രവൃത്തി ചെയ്താലും ആത്മാവിൻ്റെ വിശദീകരണമല്ല. ദൈവത്തിനല്ലാതെ എന്നെ ആത്മാവിനെ വിശദീകരിക്കാൻ ഒരൊറ്റ വ്യക്തിക്കും പറ്റത്തില്ല. നിങ്ങളുടെ ആത്മാവിനെ വിശദീകരിച്ചു എന്ന് ഉറപ്പുള്ളവരല്ലല്ലോ പറഞ്ഞോട്ടെ. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ വിശദീകരണം പ്രാപിച്ചവർക്ക് ഈ ലോകത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. Okay, God hath from the beginning chosen you to salvation. അപ്പോൾ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു. എല്ലാവർക്കും ഇത് വെളിപ്പെട്ട് കിട്ടത്തില്ല. ഞാനതിനെപ്പറ്റി കഴിഞ്ഞ ദിവസങ്ങളിലെ മെസ്സേജുകളിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ദൈവത്തിൻ്റെ മുന്നറിവിനനുസരിച്ച് നിയമിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ഡെസ്റ്റിനി ഉറപ്പാക്കി. പ്രീ ഡെസ്റ്റൈൻഡ് എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനി ഉറപ്പാക്കി, മുന്നറിഞ്ഞവരെ. കാരണം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമെന്ന് മുന്നറിഞ്ഞവരുടെ ഡെസ്റ്റിനി ഉറപ്പാക്കിയെന്ന. അല്ലേ? മുന്നറിഞ്ഞവരെ മുൻനിയമിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു. നോക്കിയേ, ആത്മാവിൻ്റെ വിശദീകരണത്തിലും ഞങ്ങളോ കർത്താവിൻ്റെ പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശദീകരണം, പലർക്കും ഈ ആത്മാവിൻ്റെ വിശദീകരണം പോലും അറിയത്തില്ല. അവരും ക്രിസ്ത്യൻ സമൂഹമാണെന്നാണ് പറയുന്നത്. ആത്മാവിൻ്റെ വിശദീകരണം സംഭവിക്കാതെ ദൈവം പറയുന്ന കാര്യം ആ വ്യക്തിക്ക് അറിയത്തില്ല. ആ വ്യക്തിക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യം ചെയ്ത് നടക്കും. അതൊരിക്കലും ദൈവികമല്ല. സത്യത്തിൻ്റെ വിശ്വാസത്തിനും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ഞാൻ ദൈവത്തിന് ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടപ്പെട്ടിരിക്കും. അടുത്ത വചനം ഇമ്പോർട്ടൻ്റ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മഹത്വം പ്രാപിപ്പാനല്ലോ. നോക്കി, അവൻ ഞങ്ങളെ സുവിശേഷ ഘോഷെടുത്താൻ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അപ്പോൾ രക്ഷയ്ക്ക് വിളിച്ചതിന് വേണ്ടിയിട്ടാണ്, അവൻ്റെ മഹത്വം പ്രാപിപ്പാനാണ്. എൻ്റെ വിളി ഇവിടെ കുറേ നന്മ കിട്ടാൻ വേണ്ടിയിട്ടല്ല. എൻ്റെ ആത്മാവിനെ ശുദ്ധീകരിച്ച് സത്യവിശ്വാസം എനിക്ക് തന്ന്
രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് അവൻ്റെ മഹത്വം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സുവിശേഷ ഘോഷണത്തിൽ കൂടി മാത്രമേ അത് സംഭവിക്കുന്നുള്ളൂ. അതാണ് എഴുതിയിരിക്കുന്നത്. നോക്കി, അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചു. ഒരു കുടുംബത്തെ ജനിച്ചെന്ന് വിചാരിച്ച് രക്ഷിക്കപ്പെടത്തില്ല. കുടുംബത്തെ ജനിച്ചെന്നും പറഞ്ഞ് ക്രിസ്ത്യാനിയായിട്ട് ഇരിക്കാം, പക്ഷെ ദൈവം ക്രിസ്ത്യാനിയായിട്ട് കാണുന്നില്ല. ദൈവം ക്രിസ്ത്യാനിയായിട്ട് കാണുന്നത് ആത്മാവിൻ്റെ ശുദ്ധീകരണം പ്രാപിച്ച് സത്യവിശ്വാസത്തിൽ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്ത് അവൻ്റെ മഹത്വം പ്രാപിക്കാൻ വേണ്ടി ഓടുന്ന ആ വ്യക്തികൾക്ക് മാത്രമേ സുവിശേഷ ഘോഷണത്തിൽ കൂടി ആ രക്ഷയുടെ സന്തോഷത്തിലേക്ക് എത്താൻ പറ്റൂ. എന്നെക്കൊണ്ട് സ്വയമായി, അതാ ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ ഗ്രേസ് എന്താണ്? ദൈവത്തിൻ്റെ ഗ്രേസ് എനിക്കിവിടെ കാറ് കിട്ടുന്നൊന്നുമല്ല. ദൈവത്തിൻ്റെ ഗ്രേസ് എനിക്ക് കാറ് തരാൻ അല്ലെങ്കിൽ ഇവിടുത്തെ അനുഗ്രഹം തരാൻ ദൈവത്തിന് കാൽവറി മരിക്കേണ്ട കാര്യമേ ഇല്ല. പക്ഷെങ്കിൽ എന്നെ ആത്മാവിനെ ശുദ്ധീകരണം പ്രാപിച്ച് സത്യവിശ്വാസത്തിൽ എന്നെ രക്ഷയ്ക്ക് യോഗ്യനാക്കി തീർത്ത് ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാൻ കാൽവറി മരിക്കേണ്ട അല്ലാതെ പറ്റത്തില്ല. മറ്റേ നന്മകൾക്ക് നിൽക്കുന്ന ഈ അനുഭവം ഇല്ലാത്ത വ്യക്തികൾ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ട് ജീവിക്കുക. ഈ മഹത്വം പ്രാപിപ്പാൻ തക്കതിൻവണ്ണം ഉള്ള ജീവിതശൈലി അല്ല ഇവിടെ നടക്കുന്നതെങ്കിൽ അവർ ക്രിസ്തുവിൽ നിന്ന് വേറിട്ട് ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറരുത്. ഞാനല്ല മാറ്റുന്നത്, ഞാൻ നിങ്ങളെ എന്നിലേക്കല്ല ആകർഷിക്കുന്നത്, ക്രിസ്തുവിലേക്കാണ്. ക്രിസ്തു നിങ്ങളിൽ വെളിപ്പെട്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ വെളിപ്പാട് കിട്ടത്തുള്ളൂ. അത് പരിശുദ്ധാത്മാവിന് മാത്രമേ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ പറ്റൂ. എനിക്ക് നിങ്ങളെ മാറ്റാൻ പറ്റത്തില്ല, പക്ഷേ ക്രിസ്തുവിന് നിങ്ങളെ മാറ്റാൻ, കാരണം ക്രിസ്തു കാൽവറിയിൽ മരിച്ചു നിങ്ങൾക്ക് വേണ്ടി. അതിന് വലിയ പർപ്പസ് ഉണ്ട്, നിങ്ങളെ അവൻ്റെ മഹത്വത്തിലേക്ക് എത്തിക്കാൻ. അതിൽ കുറഞ്ഞൊരു പർപ്പസ് കാൽവറി യാഗത്തിനില്ല. ചോദിക്കുന്നു, ഓരോ കർത്തൃമേശ അനുഭവിക്കുമ്പോഴും ഓരോ പ്രാവശ്യം നിരന്തരമായി ഓർക്കുന്ന എന്താ? ഞാൻ ഓരോ നിമിഷവും കർത്താവിൻ്റെ യാഗത്തെ ഓർക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് അവൻ്റെ മഹത്വത്തിലേക്ക് പ്രാപിക്കാൻ പോവുക. നിങ്ങൾ അത് ഓർക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ മഹത്വത്തിൻ്റെ വഴിയിലല്ല. ഓരോ നിമിഷവും ഈ കാൽവറി യാഗത്തിൽ കൂടിയാണ് എനിക്ക് ആ മഹത്വത്തിലേക്ക് എത്താൻ പറ്റുന്നത്. അത് നിങ്ങൾ ഓർക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ യാത്രയിലല്ല. ഞാൻ എത്ര നല്ലവണ്ണം ജീവിച്ചാലും ആ മഹത്വത്തിലെത്തത്തില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനം കൂടെ 15 കൂടെ വായിക്കാം. നോക്കിയേ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു സഭയുടെ പ്രമാണങ്ങൾ. അതിൽ സഭയിൽ പഠിപ്പിക്കേണ്ട കാര്യം എന്താണ്? അപ്പോസ്തലന്മാരുടെ ഉപദേശം. അപ്പോസ്തലന്മാർ ഉപദേശം പഠിപ്പിക്കുന്ന എത്ര സഭകളുണ്ട്? അതിൻ്റെ അകത്ത് യേശുക്രിസ്തുവിലെ ദൈവത്തിലുള്ള വിശ്വാസം, യേശുക്രിസ്തുവിലെ സ്നാനം, പരിശുദ്ധാത്മാവ്, വേർപെട്ട് ആരാധിക്കണം. ഞാനറിയാം, അപ്പോസ്തല പ്രവൃത്തി 2:39 തൊട്ട് നിങ്ങൾ വായിച്ചാൽ മതി. പിന്നെ അപ്പോസ്തലന്മാരുടെ ഉപദേശം, അപ്പം നുറുക്കൽ, പ്രാർത്ഥന. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിക്കുന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുക. എന്തിനു വേണ്ടി? മഹത്വം പ്രാപിക്കാൻ. ഇത് മുറുകെ പിടിച്ചില്ലെങ്കിൽ മഹത്വം പ്രാപിക്കാൻ ഒക്കത്തില്ലെന്നാണ് മേളിൽ പറഞ്ഞിരിക്കുന്ന വാചനത്തിൻ്റെ താഴ്വശമാണ് അടുത്ത വചനമായത്. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ച് തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. എന്തിനു വേണ്ടി? യേശുവിൻ്റെ മഹത്വം പ്രാപിക്കാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൻ്റെ വെളിപ്പാടില്ലാതെ ഒരിക്കലും ആ മഹത്വത്തിലേക്ക് എത്തിച്ചെല്ലാൻ പറ്റത്തില്ല. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൻ്റെ വെളിപ്പാട് കിട്ടാത്തത് എന്താ? യഥാർത്ഥമായിട്ട് ആത്മാവിൻ്റെ വിശദീകരണം പ്രാപിച്ച് സത്യവിശ്വാസത്തിൽ നിൽക്കുന്നവർക്ക് മാത്രമേ അതിൽ പറ്റൂ. കാരണം അവൻ്റെ ലക്ഷ്യം അവൻ്റെ മഹത്വം പ്രാപിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷങ്ങളൊന്നല്ലല്ലോ പറഞ്ഞാട്ടെ. ഞാനിത് ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ അകത്ത് ദൈവം ഇങ്ങനെ കത്തിക്കുക. നിങ്ങൾക്ക് ആ കത്തലുണ്ടാകുന്നില്ലെങ്കിൽ പ്രാർത്ഥിച്ചോ, കർത്താവേ എന്നെയും കൂടെ ഒന്ന് കത്തിക്കണം.
അതാണ് യഥാർത്ഥ സൈന്. കാരണം ഇവിടെ നന്മയ്ക്ക് വേണ്ടി ജീവിച്ചിട്ട് മഹത്വം പ്രാപിക്കാനൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവരല്ലേ പറഞ്ഞാട്ടെ. വചനം കാണിക്കാം. അപ്പോസ്തല പ്രവൃത്തി 14:15 തൊട്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 14:15 മുതൽ. ജീസസ്. പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളുടെ അവിടെ ഒരു അത്ഭുതമൊക്കെ നടന്നപ്പോൾ ബർന്നബാസിനെയും പൗലോസിനെയും അവർ ആരാധിക്കാൻ തുടങ്ങി. അടുത്ത വചനമായത്, ഞാൻ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാതെ ഞാൻ നന്നാകുന്നതല്ല, ഞാൻ കുറേ നല്ല കാര്യം ചെയ്യുന്നതല്ല, ദൈവത്തിലേക്ക് തിരിയുന്നതാണ് സുവിശേഷം. എന്നെ ഒരാൾ ഉപദേശിച്ച് ഞാൻ കുറേ മോറൽ കോണ്ടാക്റ്റ് എൻ്റെ മാറ്റിയെടുത്ത് നല്ല സ്വഭാവമാക്കിയതല്ല. സുവിശേഷ ഘോഷണമെന്ന് പറയുന്നത് ദൈവത്തിലേക്ക് ഒരാൾ തിരിയുന്നതാണ്. നിങ്ങൾ പറയത്തില്ലേ, അവിടുത്തെ പയ്യൻ നല്ലവനാണ്, അവന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവൻ രക്ഷിക്കപ്പെട്ടതെന്ന് നിർബന്ധമില്ല. രക്ഷിക്കപ്പെട്ടെന്ന് കഴിഞ്ഞാൽ അവൻ്റെ യേശു അവനിൽ കൂടി ജീവിക്കുന്നു. യേശുവിനെ കൂടാതെ ഞാൻ ജീവിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടതല്ല. ഞാൻ യേശുവിനെ കൂടാതെ ജീവിക്കുന്നെങ്കിൽ രക്ഷിക്കപ്പെട്ടതല്ല. കാരണം യഥാർത്ഥമായിട്ട് യേശുവിനെ സ്വീകരിച്ച വ്യക്തിക്ക് സ്വയമായിട്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം കൂട്ടവകാശി ആയതുകൊണ്ട് എന്ത് ചെയ്താലും ഒന്നിച്ചേ ചെയ്യാൻ പറ്റൂ. കഷ്ടം സഹിക്കണേ പോലും ഒന്നിച്ചേ പറ്റൂ, സ്വയമായിട്ട് പറ്റത്തില്ല. ഞാനതാ വിചാരിച്ചത്, സ്വയമായിട്ട് കഷ്ടം സഹിക്കാൻ ദൈവം പറഞ്ഞിട്ടില്ല. കാരണം എന്നെക്കൊണ്ട് പറ്റത്തില്ല. കാരണം ആ കഷ്ടതയുടെ ലെവൽ വലിയ ഹൈ ആയതുകൊണ്ട് ക്രിസ്തുവിനെ കൂടാതെ എനിക്ക് കഷ്ടം സഹിക്കാൻ പോലും പറ്റത്തില്ല. കാരണം മരണം വരെ പോകണം. ക്രിസ്തുവിനെ കൂടാതെ എനിക്ക് മരിക്കാൻ പറ്റുമോ? ഒക്കത്തില്ല. എന്നെ മരണത്തിന് ഏൽപ്പിക്കാൻ ക്രിസ്തുവിനെ കൂടാതെ പറ്റത്തില്ല. എനിക്ക് സ്വയമായിട്ട് പറ്റത്തില്ല. എൻ്റെ സ്വാർത്ഥത പറ്റത്തില്ല. ക്രിസ്തുവിനിൽ ജീവിച്ചെങ്കിൽ മാത്രമേ എനിക്കതിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റൂ. ഇവിടെ വിശ്വാസമാണ് ഏറ്റവും വഴി. എനിക്കിപ്പോൾ എത്ര നല്ലവണ്ണം ജീവിച്ചെന്ന് പറഞ്ഞാലും യേശുവിനെ തള്ളി പറയാം. പക്ഷെങ്കിൽ യേശു യഥാർത്ഥമായിട്ട് ജീവിക്കുന്ന വ്യക്തിക്ക് യേശുവിനെ തള്ളി പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഏതാ വിശ്വാസം? നല്ലവണ്ണം ജീവിക്കുന്നതാണോ യേശുവിനെ തള്ളിപ്പളയാതിരിക്കുന്നതാണോ? കാരണം എന്താ? നമ്മുടെ വിശുദ്ധി യേശുവിൽ കൂടിയുള്ള വിശുദ്ധിയാണ് കാണിക്കുക. സ്വയവിശുദ്ധി അല്ല. സ്വയവിശുദ്ധനൊന്നും തുറരാജ്യം അവകാശിക്കത്തില്ല. യേശുവിൽ കൂടി ലഭിക്കുന്ന വിശുദ്ധിയിൽ മാത്രമേ ദൈവം പ്രസാദിക്കൂ. അടുത്ത വചനം. കഴിഞ്ഞ കാലങ്ങളിൽ സകല ജാതികളും സ്വന്തം വഴി നടപ്പാൻ സമ്മതിച്ചു. നോക്കിയേ, അപ്പോൾ ദൈവം തന്നെ സമ്മതിച്ചു സകല ജാതികളും സ്വന്തം വഴിയിൽ നടക്കാൻ. അല്ല ക്രിസ്ത്യാനികൾ മാത്രം അല്ല. നോക്കിയേ, സകല ജാതികളും സ്വന്തം വഴിയിൽ നടപ്പാൻ ദൈവം അനുവദിച്ചെന്ന്. പക്ഷെ ഇപ്പോഴങ്ങനെ അനുവദിക്കുന്നില്ല. അടുത്ത വചനം വായിച്ചിട്ട് ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത്. എങ്കിലും അവൻ നന്മ ചെയ്തും ആകാശത്തു നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങൾ നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോകുന്നതിനെ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. അപ്പോൾ ദൈവത്തെ അനുസരിക്കാതെ യേശുവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവർക്ക് നന്മ ചെയ്തെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ നന്മയല്ല രക്ഷയുടെ മുഖാന്തരം. ഇത് തന്നെ അനുസരിക്കാത്തവർക്ക് ദൈവം കൊടുത്തിരുന്നെന്നാണ്. അങ്ങനെ കൊടുത്തത് മുഖാന്തരം ഞാൻ ആരെന്ന് വെളിപ്പെടുത്തിയെന്നാണ് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. അങ്ങനല്ലേ? അപ്പം നന്മ കിട്ടാൻ യേശുവിനെ സ്വീകരിക്കണം നിർബന്ധമില്ല. യേശുവിനെ സ്വീകരിക്കാത്തവർക്ക് ഈ നന്മ ദൈവം കൊടുത്തുകൊണ്ടിരുന്നു. കാരണം എന്താ? അത് അവൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ലോകത്ത് എന്തെങ്കിലും നന്മ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ കർത്താവിൻ്റെ ആളാണെന്ന് വിചാരിക്കരുത്. നോക്കി, ഇതിൻ്റെ അകത്ത് എന്ത് നിങ്ങൾ ഇന്ന് ചോദിക്കുന്നതിൽ ഏത് ഇതിൻ്റെ അകത്ത് ഇല്ലാത്തതെന്ന് പറ. നിങ്ങൾ ചോദിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിൽ ഏതാ ഇതിൻ്റെ അകത്ത് ഇല്ലാത്തത്?
ഇത് യേശുവിനെ അറിയാത്ത വ്യക്തികൾക്ക്, ജാതികൾക്ക് വരെ കൊടുത്തിരുന്നെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. നോക്കിയേ. എങ്കിലും അടുത്ത മേളത്തെ വചനം ഒന്നും എടുത്തേ മോനെ, 16. നോക്കിയേ, അവർ ഇങ്ങനെ അല്ലല്ലോ 16. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെ സ്വന്തം വഴിയിൽ നടപ്പാൻ സമ്മതിച്ചു. അവനവൻ ഇഷ്ടം പോലെ ജീവിക്കാൻ സമ്മതിച്ചിട്ടും നന്മ കൊടുക്കുന്നതുണ്ടോ? 17. എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്തുനിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷം, എനിക്കതാ ഒത്തിരിപ്പെടുത്തിയ സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോകുന്നതിനാൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് നന്മ കിട്ടുമെന്ന്, സന്തോഷം കിട്ടുമെന്ന് പറയലല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശു ഗിരിപ്രഭാഷണത്തിൽ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും മഴ പെയ്യ്ക്കുന്നൊരു ദൈവം. അവൻ സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങൾ ആ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, അതുകൊണ്ടൊക്കെ ഈ ദുഷ്ടന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളോട് പറഞ്ഞു. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. കാരണം ഇങ്ങനെ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം എന്താ? ഞാനിത് ശരിക്കും പഠിച്ചപ്പോഴാണ് മനസ്സിലായത്. ദൈവത്തിന് എല്ലാ മനുഷ്യർക്കും കോമൺ ഗ്രേസ് ഉണ്ട്. ഈ ലോകത്തിൻ്റെ സിസ്റ്റം ഇവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ഒരു കോമൺ ഗ്രേസ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് രക്ഷയുടെ ഗ്രേസ് അല്ല. ഈ നന്മ അനുഭവിക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ തന്നെയും യഥാർത്ഥമായിട്ട് അവൻ്റെ മഹത്വം പ്രാപിക്കുവാൻ അവർക്ക് പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ എത്ര നന്മ അനുഭവിച്ചാലും, ഈ സന്തോഷം അനുഭവിച്ചെന്ന് പറഞ്ഞാലും അവൻ ഒരിക്കലും ആത്മാവിൻ്റെ വിശദീകരണം പ്രാപിക്കത്തില്ല, സത്യവിശ്വാസത്തിലേക്ക് വരത്തില്ല, രക്ഷയ്ക്കായുള്ള തിരഞ്ഞെടുപ്പ് പ്രാപിച്ച് അവൻ്റെ മഹത്വം പ്രാപിക്കാൻ പറ്റത്തില്ല ഇതുകൊണ്ട്. പക്ഷെ ദൈവം മനസ്സലിവുള്ളവനാകിയാൽ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ നന്മയെല്ലാം ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ നിങ്ങൾ നന്മയുടെ പുറകെയാണോ അതോ മഹത്വം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ഓടുന്നത്? പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഒന്നുകൂടെ അല്ലല്ലോ പറഞ്ഞാട്ടെ. ഇത് തന്നെ റോമാലേഖനത്തിൽ പറയുന്നുണ്ട് കേട്ടോ, എടുക്കണ്ട. ഇപ്പോൾ 1:18 പറയുന്നുണ്ട്, അവൻ സകലർക്കും തന്നെ വെളിപ്പെടുത്തി കൊടുത്തു, ഈ അത്യന്ത ശക്തി. പക്ഷേ അവരെല്ലാം എന്തോ ചെയ്തു? ദൈവം ഓർത്ത് മഹത്വീകരിക്കാതെ മൃഗങ്ങളെയും കാളകളെയും ഒക്കെ ഉണ്ടാക്കി അന്യദൈവങ്ങളെ ആരാധിച്ചു തുടങ്ങി. താൻ ആരെന്നവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. നോക്കി, ഇവിടെയും വെളിപ്പെടുത്തി. അപ്പോൾ ചിലർ വിചാരിക്കും ഇതായിരിക്കും ഞാൻ ബ്ലസ്ഡാ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ട, ഞാൻ സ്വർഗത്തിൽ പോകും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിതൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ ഗൾഫിലായിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരു ഓർത്തഡോക്സ് സഹോദരൻ, അദ്ദേഹം ഭയങ്കര കരച്ചിൽ പ്രാർത്ഥിക്കും. ഞാൻ ഈ സുവിശേഷം പറഞ്ഞാലൊന്നും അദ്ദേഹം സ്വീകരിക്കത്തില്ല. പക്ഷേ വളരെ സ്നേഹം, വളരെ നല്ല ബന്ധം. കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി ദൈവം തന്നു. അത് ഈ ലോകത്തിലെ പല പ്രാർത്ഥനയുടെ മറുപടി കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ വചനങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞേ, ആ പ്രാർത്ഥനയുടെ മറുപടി എല്ലാവർക്കും കൊടുക്കും. പക്ഷെ രക്ഷിക്കപ്പെടുക എന്നുള്ളത് എല്ലാവർക്കും ഇല്ല. ഇനി ഈ പ്രാർത്ഥന എല്ലാം മറുപടി കിട്ടിയിട്ടും രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നിത്യത കാണത്തില്ല. അപ്പോൾ ചിലർ ചോദിച്ചാൽ നല്ല മനസാക്ഷി അനുസരിച്ച് ജീവിച്ചു, അവൻ എങ്ങനെയാ? അവന് ദൈവം നിത്യത. നിങ്ങളുടെയൊക്കെ ഉള്ളിലൊരു ചിന്ത കാണുമല്ലേ, നല്ല മനസാക്ഷി അനുസരിച്ച് മനുഷ്യനൊരു ദോഷവും ചെയ്യാതെ ജീവിച്ചാൽ അങ്ങ് നിത്യതയിലെത്തും അല്ലേ? യേശുവിന് വേണ്ടി ഇപ്പം ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോഴുണ്ടല്ലോ, യേശുവിൻ്റെ നാമത്തിന് വേണ്ടി മരണത്തിനിടയാക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരോട് ദൈവം എന്തോ പറയും? ഇപ്പം കഴുത്ത് പോകുന്നുണ്ട് യേശുവിനെ തള്ളിക്കളയാൻ ഞാൻ. അപ്പോൾ നല്ല മനസാക്ഷിക്കാരനെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ഈ സ്തേഫാനോസിനോട് ദൈവം എന്തോ പറയും? നല്ല മനസാക്ഷിക്കാരനെ സ്വർഗത്തിൽ കൊണ്ടുപോകാരുന്ന സ്തേഫാനോസിനോട് ദൈവം എന്തോ പറയും? യാക്കോബിനോട് എന്തോ പറയും? ശിഷ്യന്മാരോട് എന്തോ പറയും? ഇന്നും
ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തല ക്രിസ്തുവിന്റെ നാമം ഹേതുവായി അവരോട് എന്ത് പറയും ദൈവം? യേശു ക്രിസ്തുവിൽ കൂടി അല്ലാതെ ഒരൊറ്റ മനുഷ്യൻ നിത്യത കാണത്തില്ല. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് ഇവിടുത്തെ വല്ല നന്മയ്ക്കാണെങ്കിലും നിത്യത കാണത്തില്ല. യഥാർത്ഥമായ രക്ഷയുടെ അനുഭവത്തിൽ അവന്റെ മഹത്വത്തിലേക്ക് എത്തുവാൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, വിശ്വസിച്ച് എന്നെ ഇല്ലാതാക്കിക്കൊണ്ട് അവനിൽ കൂടി ജീവിക്കുവാൻ ആര് വിശ്വസിച്ചോ അവർ മാത്രമേ നിത്യതയിലെത്തിത്തുള്ളൂ. നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ ഹൃദയ കണ്ണ് കർത്താവ് തുറക്കട്ടെ. നിങ്ങൾ ചിന്തിര്, നല്ല മനസാക്ഷിക്കാരനെ ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോയാൽ രക്തസാക്ഷികളാകുന്ന, യേശു നിമിത്തം രക്തസാക്ഷികളാകുന്നവരോട് എന്തോ പറയും? എത്ര കുടുംബങ്ങൾ യേശു നിമിത്തം പരസ്പര സ്പർദ്ധയിലാണ് ജീവിക്കുന്നത് അല്ലേ? നല്ല മനസാക്ഷിക്കാരനാകുന്ന സ്പർദ്ധ വരുമായിരുന്നോ? നിങ്ങളുടെ കുടുംബത്തിൽ പലർക്കും നിങ്ങളോട് എതിർക്കുന്നതിന് കാരണം എന്താ? യേശുവിൽ വിശ്വസിക്കുന്നുണ്ടല്ലേ? നല്ല മനസാക്ഷി ജീവിച്ചായിരുന്നു വരുമായിരുന്നോ? എന്നാൽ അത് പോരായിരുന്നോ? നല്ല മനസാക്ഷിയിൽ ജീവിക്കുകയായിരുന്നെങ്കിൽ ഈ ലോകത്തിൻ്റെ എല്ലാ മഹത്വം കിട്ടും. നല്ല മനസാക്ഷിയിൽ ജീവിക്കുന്ന, എക്യൂമെനിക്കലായിട്ട് ജീവിക്കുന്നവർക്ക് ഈ ലോകത്തിൻ്റെ എല്ലാ മഹത്വം കിട്ടും. പക്ഷേ ക്രിസ്തുവിൻ്റെ മഹത്വം കിട്ടത്തില്ല. ഇന്നും അനേകർ യേശുവിനെ പ്രസംഗിക്കുന്നത് കൊണ്ട് പഴി, ദുഷി, അടി, മരണം. ഒരു നല്ല മനസാക്ഷിക്കാരനും അടി കിട്ടത്തില്ല. അവനെ ലോകം പുകഴ്ത്തത്തേ ഉള്ളൂ. അതുകൊണ്ട് സുവിശേഷം എന്ന് പറയുന്നത് നല്ല മനസാക്ഷി ഉണ്ടാക്കാനല്ല, ക്രിസ്തു ജീവിക്കാനാ. പ്രൈസ് ദി ലോർഡ്. എന്താ ഇത്ര ബോൾഡായിട്ട് പറയുന്നത്? ശരിക്കും വ്യക്തമായ വെളിപ്പാട് ദൈവം തന്നിട്ടുള്ളത് കൊണ്ടാണ്. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിയുടെ മധ്യത്തിൽ ഒരൊറ്റ നാമമില്ല, യേശുവിൻ്റെ നാമം മാത്രം. അവനാ വഴി, അവനാ സത്യം, അവനാ ജീവൻ. അവൻ വന്നെങ്കിൽ മാത്രമേ യേശുവിൻ്റെ ജീവൻ നിൻ്റെ അകത്താകത്തുള്ളൂ. ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഇടുക്ക് വഴിയാ. നിങ്ങൾ വിശാലമായ വഴിയിലാണ് പോകുന്നെങ്കിൽ അത് യേശുവിൻ്റെ വഴിയല്ല. യേശുവിൻ്റെ വഴി എന്നല്ല, യേശു ആ വഴി. ഞാൻ യേശുവിൽ കൂടി ജീവിച്ചെങ്കിൽ മാത്രമേ ആ വഴിയിലെത്തൂ, ആ പിതാവിൻ്റെ സന്നിധിയിലെത്തൂ. യേശു ഒരു വഴി കാണിക്കാമെന്നല്ല പറഞ്ഞ, ഞാൻ ആ വഴി, എന്നിൽ കൂടി അല്ലാതെ ആർക്കും പിതാവിൻ്റെ സന്നിധിയിലെത്താൻ പറ്റത്തില്ല. ഞാനും യേശുവുമായി ഇഴുകിച്ചേരണം. ആ യേശുവിൻ്റെ വിശുദ്ധി എൻ്റെ അകത്ത് വെളിപ്പെടണം, അത് പുറത്തും വെളിപ്പെടണം. യേശുവിൽ ഉള്ളത് മൊത്തം എന്നിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. അത് ഇടുക്കമുള്ള വഴിയാ, ആരും അംഗീകരിക്കത്തില്ല. കുടുംബക്കാരെതിർക്കും, ചർച്ചക്കാരെതിർക്കും, സഹോദരങ്ങളെതിർക്കും, സുഹൃത്തുക്കളെതിർക്കും. പക്ഷെ ഈ വഴിക്കകത്ത് മാത്രമേ ആ മഹത്വം പ്രാപിക്കാൻ പറ്റൂ. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഈ ഇടുക്കമുള്ള വഴിയിൽ കൂടി പോകണമെങ്കിൽ യേശുവിൽ കൂടി അല്ലാതെ പറ്റും. യേശു ആകുന്ന വഴിയിൽ കൂടി മാത്രമേ പാനൂ. ബാക്കിയെല്ലാം ഒറ്റ വഴിയേ ഉള്ളൂ. വിശാലമായ വഴികൾ ഒത്തിരി ഉണ്ട്, പക്ഷേ ഇവിടെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നിങ്ങൾക്കൊരു 10 വഴി കാണും, പക്ഷെ അതല്ല നിങ്ങളുടെ വഴി. ഒരൊറ്റ വഴിയുണ്ട്, അത് യേശുവാ. ആ വഴിയിൽ കൂടി പോയേ പറ്റൂ. ആ വഴി അല്ലാതെ വേറൊരു വഴിയില്ല. നിങ്ങൾക്ക് ഈ ലോകം പല വഴികളും പറഞ്ഞു തരും, പക്ഷെ ആ വഴിയൊക്കെ ഫോഷ്ക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ലോകം നിങ്ങളെ സാരമില്ല, ഈ പല വഴികളും കാണിക്കും, പോകരുത്. ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് യേശുവാ. ഞാൻ ആ വാതിൽ, എൻ്റെ അകത്തൂടെ കടക്കാതെ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവന് ഞാൻ ജീവനെ കൊടുക്കും. ഹല്ലേലൂയ. അവൻ എൻ്റെ ശബ്ദം കേൾക്കും, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. ഞാനും അവർ ഒന്നായി ചേരും. ഹല്ലേലൂയ. ഒരാട്ടിൻകൂട്ടവും ഒരിടയനും, ഒരാട്ടിൻകൂട്ടവും ഒരിടയനും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 13:44 മുതൽ. പിന്നെ ശബ്ബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി. പട്ടണം മുഴുവനും വന്ന് ദൈവവചനം കേൾക്കാൻ. അടുത്ത വചനം. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട അസൂയ നിറഞ്ഞവരെ ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിനെ എതിർ പറഞ്ഞു. അടുത്ത വചനം. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ട് ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങളതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യർ, നോക്കി, നിത്യജീവൻ അയോഗ്യർ എന്ന് വിധിച്ചു കളഞ്ഞതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ആ യേശുവിനെ സ്വീകരിച്ചില്ല, നിത്യജീവൻ അയോഗ്യരായി. അപ്പൊ എല്ലാവരും യോഗ്യരല്ല. നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യർ എന്ന് വിധിച്ചു കളഞ്ഞു. എന്തുകൊണ്ട്? യേശുവിൽ വിശ്വസിക്കാഞ്ഞതുകൊണ്ട്. അടുത്ത വചനം. നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന്, നോക്കിയേ, ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകും ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ആരുടെ വെളിച്ചമാണ്? ആരാ വെളിച്ചം? ആരാ വെളിച്ചം? വെളിച്ചമാരാ? ജാതികളുടെ വെളിച്ചമാരാ? നമ്മുടെ വെളിച്ചമാരാ? അയ്യോ, നമ്മുടെ വെളിച്ചമാരാന്നേ യേശു ക്രിസ്തു. അപ്പോൾ ഈ വെളിച്ചം വരാതെ നമ്മളെങ്ങനെ? നമ്മൾ ഇരുട്ടല്ലേ? വെളിച്ചം വരാത്തിടത്തോളം കാലം ഇരുട്ടല്ലേ? യേശു എന്നിൽ പ്രകാശിച്ചെങ്കിൽ മാത്രമേ വെളിച്ചമാകുന്നുള്ളൂ. അപ്പൊ ആരിൽ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്ന പറഞ്ഞു. കാരണം എന്താ? യഹൂദന്മാർ തള്ളി. യഹൂദന്മാർ ഈ വെളിച്ചത്തെ സ്വീകരിച്ചില്ല. കാരണം എന്താ? അവർക്ക് കുറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. അത് ഈ വെളിച്ചത്തെ സ്വീകരിക്കാൻ തടസ്സമായിരുന്നു. ഞാൻ ഒരു ദിവസം യോഹന്നാന്റെ സുവിശേഷം മൊത്തം എടുക്കാം. അവർക്ക് സ്വന്തമായി ഒത്തിരി ഐഡിയ ഉള്ളതുകൊണ്ട് ഈ വെളിച്ചത്തെ സ്വീകരിച്ചില്ല. തങ്ങളുടേതായ ഒത്തിരി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തങ്ങൾ വിശുദ്ധരെന്ന് വിചാരിച്ചുകൊണ്ട് ഈ വെളിച്ചത്തെ സ്വീകരിച്ചില്ല. ഈ വെളിച്ചം സ്വീകരിക്കാത്തടത്തോളം കാലം അവർ ഇരുട്ടില്ല ജീവിക്കുന്നത്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം അല്ലേ? ലോകത്തിൻ്റെ വെളിച്ചം എന്നാ പറയുന്നത്. ഞാൻ പ്രകാശിക്കണം. എനിക്ക് സ്വന്തമായിട്ട് പ്രകാശമില്ല. ഞാൻ ഇരുണ്ട്. ഇവിടെ ജനിക്കുന്ന എല്ലാ മനുഷ്യരും ഇരുട്ടില്ല. യേശു വന്നെങ്കിൽ മാത്രമേ ഞാൻ പ്രകാശിക്കാൻ തുടങ്ങും. ആ പ്രകാശമാണ് എൻ്റെ സത്യം അറിയാൻ സഹായിക്കുന്നത്. നന്മ ഏത്, ക്രിസ്തുവിൻ്റെ സത്യം ഏതെന്ന് അറിയണമെങ്കിൽ ഈ വെളിച്ചം എൻ്റെ അകത്ത് വരണം. അല്ലാത്തടത്തോളം കാലം ഞാൻ ഇരുട്ടിൽ നിന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ നല്ലതാന്ന് പറയുക. യഥാർത്ഥമായിട്ട് വെളിച്ചം ലഭിക്കാതെ തങ്ങളുടേതായ ഇഷ്ടങ്ങളിൽ കുറേ കാര്യങ്ങൾ പറയും. ഇതാണ് നല്ലത്, ഇതൊക്കെ ചെയ്താൽ മതി, ദൈവം അനുഗ്രഹിക്കുമെന്ന് പറയുന്നത്. നിങ്ങൾ മടയത്തരം പറ്റരുത്, കബളിപ്പിക്കപ്പെട്ടു പോകരുത്. ഞാൻ ഭൂമിയുടെ അറ്റത്തോളം, ഏതാനും ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല. നോക്കി, ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ എല്ലാ സമൂഹത്തിൽ നിന്നും ഉള്ളവർ, യഹൂദന്മാരും യവനന്മാരും ഏതൊക്കെ ജാതികളുണ്ടോ അവിടുന്ന് എല്ലാവർക്കും പ്രകാശമായി വെച്ചിരിക്കുക. അന്ന് വരെ യഹൂദന്മാരിൽ കൂടി മാത്രമേ രക്ഷയുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. യേശുക്രിസ്തുവിൻ്റെ വരവോടുകൂടി യഹൂദന്മാർക്കും രക്ഷ, യേശുക്രിസ്തു കൂടി മാത്രം. അല്ലെങ്കിൽ യഹൂദന്മാരുടെ ന്യായപ്രമാണവും നിഴലായി കണ്ടിരുന്നത്, യാഗം കണ്ടിരുന്നത് യേശുവിലാണ്. അന്ന് ഉള്ള യഥാർത്ഥ വെളിപ്പാടുണ്ടായിരുന്നവർ പൂർണ്ണ വെളിപ്പാടൊന്നും കിട്ടത്തില്ലായിരുന്നു. അംശമായി വേർപ്പെടുത്തിയവരും അവർ ക്രിസ്തുവിനെ നോക്കിയാണ് ജീവിച്ചത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി പറഞ്ഞു. മോശ ഫറവോൻ്റെ ആ പ്രൗഢി നിഷേധിച്ചിട്ട് ക്രിസ്തുവിൻ്റെ നിന്ന സഹിക്കുവാൻ
ഇസ്രായേൽ മക്കളോട് കൂടി. അപ്പോൾ മോശയ്ക്കൊരു ചെറിയ വെളിപ്പാടുണ്ടായിരുന്നു, പൂർണ്ണ വെളിപ്പാടില്ല. ഞാൻ ക്രിസ്തുവിന് വേണ്ടി പ്രതിഫലം നോക്കിയതുകൊണ്ട്, ക്രിസ്തുവിന് വേണ്ടി നിന്ന സഹിക്കുമ്പോൾ എനിക്ക് പ്രതിഫലമുണ്ടെന്ന് അന്നത്തെ പിതാവായ മോശയ്ക്കറിയാമായിരുന്നു. ഫറവോന്റെ സമൃദ്ധി അനുഭവിക്കാമായിരുന്നു. അത് തള്ളി ഇസ്രായേൽ മക്കളോടൊരു ക്രിസ്തുവിന്റെ നിന്ന സഹിക്കാൻ ഇടപെട്ടു. കാരണം എന്താ? പ്രതിഫലം നോക്കിയപ്പോൾ. നോക്കിയ വെളിപ്പാട് നോക്കി. പഴയ നിയമ പിതാക്കന്മാർക്കുണ്ടായിരുന്ന വെളിപ്പാട് പോലും ഇന്ന് ക്രിസ്ത്യൻ സമൂഹത്തിനില്ല. യേശുവിൻ്റെ ജീവൻ എൻ്റെ അകത്ത് വരാതെ എനിക്ക് യേശുവിനെ പോലെ ജീവിക്കാൻ പറ്റത്തില്ല. യേശുവിൻ്റെ സത്യം ഞാൻ അറിയാതെ യേശുവിനെ പോലെ ജീവിക്കാൻ പറ്റത്തില്ല. യേശു ആകുന്ന വഴിയിൽ കൂടി അല്ലാതെ എനിക്ക് യേശുവിനെ പോലെ ജീവിക്കാൻ പറ്റത്തില്ല. നോക്കിയേ, വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അടുത്ത വചനം ഇമ്പോർട്ടൻ്റാണ്. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവവചനത്തെ മഹത്വം. നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെല്ലാവരും വിശ്വസിച്ച് നോക്കിയേ. അപ്പോൾ വിശ്വസിക്കാത്തവരൊക്കെ മേളിൽ പറഞ്ഞ് വിശ്വസിക്കാത്തവർക്കൊന്നും നിത്യജീവൻ നിയമിക്കപ്പെട്ടവരല്ല. ക്രിസ്ത്യാനി എന്ന് പറയുന്ന എല്ലാവരും ക്രിസ്ത്യാനികളല്ല. ലോകം പറയുന്നവർ യഥാർത്ഥമായി കർത്താവിൽ വിശ്വസിച്ച ആ വഴിയിൽ ആത്മാവിൻ്റെ വിശദീകരണം പ്രാപിച്ച സത്യവിശ്വാസത്താൽ രക്ഷയ്ക്കായി അവൻ്റെ മഹത്വത്തിലേക്ക് ഓടുന്നവർ മാത്രമേ ഉള്ളൂ നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ. ഞാൻ നല്ല പ്രവൃത്തി ചെയ്ത് നിത്യജീവനായി ജീവിക്കപ്പെട്ടവരല്ല. ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീസസ്. അങ്ങനെ വിശ്വസിച്ചവരെ ദൈവം എങ്ങനെ നടത്തുന്നതെന്ന് ഞാൻ എല്ലാവർക്കും സുപരിചിതം. എബ്രായലേഖനം 12. ജീസസ്. ജീസസ്, ഹല്ലേലൂയ. നാലാമത്തെ വാക്യം, എബ്രായലേഖനം 12:4 തൊട്ട്. എൻ്റെ 1 തൊട്ട് വായിക്കണമെന്നുണ്ട്, പക്ഷേ എങ്കിൽ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് 4 തൊട്ട് വായിക്കും. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. യേശു പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നു പാപത്തോട് പോരാടാൻ. യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിരുന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിരുന്നു. കാരണം ദൈവമായതുകൊണ്ടാണ് നമ്മുടെ രക്ഷകനായത്. മനുഷ്യനായിരുന്നു ഒരിക്കലും നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ലായിരുന്നു. നമുക്ക് തുല്യമായി കഷ്ടം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനായത്. പ്രൈസ് ദി ലോർഡ്. പാപത്തോട് പോരാടും നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. ഇത് എന്താണെന്ന് മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിലായോ ഇത്? കാരണം നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് മരണം വേണമായിരുന്നു. അപ്പോൾ അതേ സ്വഭാവം ചിലപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലായിരിക്കും. നമ്മളിലും അതേ സ്വഭാവം. പാപത്തോട് പോരാടാൻ നമ്മൾ മരണം വരെ പോകണമെന്നാണ് പുതിയ നിയമത്തിൻ്റെ വെളിപ്പാട്. അറിയോ? തൻ്റെ കൂട്ടുകാരന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹം ഇല്ല. നിങ്ങളെല്ലാവരും എന്നെ വലിയ ഇതായിട്ട് നോക്കുന്നു. കാരണം എന്താ? പുതിയ നിയമത്തിൽ പ്രതിഫലം നിത്യതയിലായതുകൊണ്ടാണ്. ഇപ്പോൾ പാപത്തോട് പോരാടി മരിച്ചു പോയാൽ പ്രതിഫലം എവിടാ? ഏറ്റവും വലിയ പ്രതിഫലം അവിടെ അല്ലേ? ആണോ? എന്താർക്കും ഒരു ഹല്ലേലൂയ ഇല്ല. ആണോ? പാപത്തോട് പോരാടി മരിച്ചു പോയാൽ ഏറ്റവും വലിയ പ്രതിഫലമാണോ? അയ്യോ, നിങ്ങൾക്കെല്ലാം ഒരു ഇതായിട്ട് നിൽക്കുന്നു. 11 നോക്ക്, 11 അധ്യായം എടുത്ത്.
11 വിശ്വാസത്തിൻ്റെ നായകന്മാരുടെ ഒരു പട്ടിക കിടപ്പുണ്ട്. ജീസസ് 11:13 നോക്കി. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിനന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും നേരിട്ട് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. സ്തോത്രം. ജീസസ്, ഹല്ലേലൂയ. 35 വാക്യം. അതൊക്കെ നമുക്ക് എബ്രായലേഖനം ഒരു ദിവസം എപ്പോഴും എടുക്കുമെന്ന് അറിയത്തില്ല. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനായി തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടത് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യപ്പെട്ടു. നോക്കി, ഉയർത്തെഴുന്നേൽപ്പ് നിരസിച്ചു. കാരണം എന്താ? ആ ഉദ്യാനത്തിന് പ്രതിഫലം കൂടുതലുണ്ട്, ആ മരണത്തിന് പ്രതിഫലം കൂടുതലുണ്ട്. ഒരു കൂട്ടർക്ക് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനെ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ട ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യപ്പെട്ടു. എന്ന് പറഞ്ഞാൽ എനിക്ക് ഉയർത്തെഴുന്നേൽക്കട്ട, അതിനെക്കാട്ടി എനിക്ക് സ്വർഗത്തിലെ പ്രതിഫലം മതി. നിങ്ങൾ വായിച്ചു നോക്കിയോ നിങ്ങളുടെ ബൈബിൾ, നിങ്ങളുടെ തന്നെ. ഞാൻ വചനം വിട്ട് ഒരൊറ്റ കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. എൻ്റെ കയ്യിൽ നിന്ന് ഒരൊറ്റ കാര്യം പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ രക്തസാക്ഷിയാകുന്നവർക്ക് പ്രതിഫലം കൂടുതലാണ് യേശു നിമിത്തം. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ഉയർത്തെഴുന്നേൽപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ വേണ്ടാന്ന് വെച്ച്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പറയുന്നത്, പാപത്തോട് പോരാടുന്നതിൽ മരണത്തോളം നിങ്ങൾ എതിർത്ത് നിന്നില്ലല്ലോ, അല്ലേ? ഇപ്പം യേശുവിനെ തള്ളി പറയാമെന്ന് പറഞ്ഞ് കല്ലെറിയാ വിട്ടാൻ വരുന്ന ഉടനെ ഞാൻ എതിർത്ത് നിൽക്കുന്നില്ല. മരണമാന്നേലും വേണ്ടുമില്ല, അതിന് പ്രതിഫലം കൂടുതലാണെന്നാണ് പറഞ്ഞത്. ഇതാണ് പുതിയ നിയമത്തിൻ്റെ ടീച്ചിങ്. ഉടനീളം കണ്ടാൽ അറിയാം, അല്ലേ? ഒരു കർണത്തെ അടിക്കുന്നവനെ മറ്റേ കർണം കാണിച്ചു കൊടുത്താൽ പറഞ്ഞു കഴിഞ്ഞാൽ അടി കൊട്ടുക. പക്ഷെ അടി കിട്ടുന്നതിന് പ്രതിഫലം കൂടുതലുണ്ട്. ശരിയാണോ? അത് അടി കിട്ടുന്ന ക്രിസ്തു നിമിത്തമാണ്, അല്ലാതെ ഞാൻ കള്ളനോ കൊലപാതകനോ ആയിട്ടല്ല. ഈ അടി കിട്ടണമെന്നുണ്ടെങ്കിൽ യേശു എൻ്റെ അകത്ത് വസിച്ചാലേ അടി കിട്ടും. കാരണം അടി കിട്ടുന്നത് എനിക്ക് പറ്റത്തില്ല. എന്നെ അടിച്ചാൽ ഞാൻ തിരിച്ചടിക്കും, പക്ഷേ യേശുവിനെ അടിച്ചാൽ തിരിച്ചടിക്കത്തില്ല. അപ്പോൾ യേശു എൻ്റെ അകത്ത് എത്രമാത്രം ജീവിക്കുന്നു അനുസരിച്ചാണ് ഈ അടിയുടെ പ്രതിഫലം. ഇപ്പം എൻ്റെ ജഡം പറയും തിരിച്ചടിക്കടാന്ന് പറയും, എൻ്റെ മനസ്സ് പറയും നാണക്കേടായി, എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുമെന്ന്. പക്ഷെ അകത്തിരിക്കുന്ന ആത്മാവ് പറയും മിണ്ടണ്ടെന്ന് പറയും. അവിടെയാണ് യേശു ജയിക്കുന്നത്. നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുക തിരിച്ചടിക്കുമ്പോഴാണ് ജയിക്കുന്നതെന്നാണ്. ദൈവം മഹത്വപ്പെടുന്നത് ഞാൻ ഇല്ലാതായി തീരുമ്പോഴാണ്. ഞാനെന്ന വ്യക്തി ഇല്ലാതായി യേശു ജീവിക്കുമ്പോഴാണ് ദൈവം മഹത്വം എടുക്കുന്നത്. അത് വീണ്ടും ജനിക്കാത്ത ഒരാൾക്ക് പോലും യേശു അകത്ത് ജീവിക്കാത്ത ഒരു വ്യക്തി, ഞാൻ സ്വയമായിട്ട് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഒരു വിഷയമേ അല്ല. കാരണം എത്രയോ നല്ല ആൾക്കാർ ഇവിടെ സ്വയമായിട്ട് ജീവിച്ചു. യേശുവാണോ ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഇനി യേശു അല്ലാതെ ഈ മരണം വരെ പോകാൻ പറ്റുമോ? പാപത്തോട് പോരാടാൻ മരണം വരെ എനിക്ക് പോകാൻ പറ്റുമോ യേശുവിൽ കൂടി അല്ലാതെ? എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാ. യേശുവിനെ കൂടാതെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. കഷ്ടത അനുഭവിക്കാനും പറ്റത്തില്ല, ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്താനും പറ്റത്തില്ല. ജീസസ്. ഇത് മൊത്തം ഇവരൊന്നും വാഗ്ദത്തം ഒന്നും ഈ ഭൂമിയിൽ ഒന്നും കാണാത്തവരാ. നിങ്ങൾ 11 പോയി വീട്ടിലിരുന്ന് വായിച്ചറിയാം. ഇവിടെ ഒന്നും ഒരു വാഗ്ദത്തം കണ്ടിട്ടില്ല. അബ്രഹാം കൂടാരത്തിൽ പാർത്തു, അല്ലേ? ഇത്രയും സമ്പന്നനായിട്ട് എന്തിനാ? ദൈവം ശില്പിയായി നിർമ്മിച്ച സ്വർഗീയമായ നഗരത്തിനെ നോക്കി പാർത്തുകൊണ്ട് ഇവിടെ കൂടാരത്തിൽ പാർത്തു. ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ ചേർന്ന് കൂടാരങ്ങളിൽ പാർത്തു. കാരണം അവർക്കറിയാം ഇവിടെ വലിയ ടെൻ്റ് അടിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല, ചെറിയ ടെൻ്റ് മതി. കാരണം നമ്മൾ പ്രവാസികളാണ്. ഇന്ന് ക്രിസ്ത്യൻ സമൂഹത്തിന് നമ്മൾ പ്രവാസികളാണെന്നറിയത്തില്ല. പ്രവാസികളാണെന്നറിയാമോ? ഇല്ല, അല്ല, നമ്മളിവിടെ ജീവിക്കാനുള്ളവരാന്നുള്ളതാ. ഉണ്ട്, ജീവിക്കാൻ മടങ്ങി വരും, ഇവിടെ തന്നെ ജീവിക്കും.
പക്ഷേ ഇവിടെ തള്ളിപ്പോയവർക്ക് മാത്രമേ ഇവിടെ വന്ന് തിരിച്ചു വന്ന് ജീവിക്കാൻ പറ്റൂ. ലോകം വേണ്ടാന്ന് വെച്ചവർ മാത്രമേ മടങ്ങി വന്ന് ഇവിടെ യേശുവിനോട് കൂടെ വാഴത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കാരണം ഈ യഥാർത്ഥ തിയോളജി ഇപ്പം ഇല്ല. ഇപ്പോഴത്തെ നമ്മൾ കാണുന്നതും വയ്ക്കുന്നതല്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ ഇന്ന് അനുഗ്രഹിക്കാൻ പോകുന്നു. ഇന്ന് അനുഗ്രഹിക്കുന്ന ലോക സ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവേശു കാൽവറിയിൽ കൂടി എന്നെ അനുഗ്രഹിച്ചത്. അതിൽ കൂടി ഒരു അനുഗ്രഹം ഇപ്പം അനുഗ്രഹിക്കാൻ ആർക്കും പറ്റത്തില്ല. അതിൻ്റെ ബെനിഫിറ്റ് ഞാൻ എത്രമാത്രം അതിൽ നടക്കുന്നു, അതിൻ്റെ ബെനിഫിറ്റാണ് ഞാൻ അനുഭവിക്കുന്നത്. അല്ലാതെ ഇന്ന് എനിക്കൊരു അനുഗ്രഹമല്ല. എന്നെ തിരഞ്ഞെടുത്ത ലോക സ്ഥാപനത്തിന് മുമ്പാണ്, സമയം ഉണ്ടാകുന്നതിന് മുമ്പ് എന്നെ തിരഞ്ഞെടുത്തു. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത് അവിടെ വെച്ചാ. പ്രൈസ് ദി ലോർഡ്. ലോറി മോനെ മടങ്ങി നമ്മുടെ 12 വരാം. ഞാൻ 12 പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം ജീസസ്. അതിൻ്റെ 4 നമ്മൾ വായിച്ചത്. ജീസസ്. ഓക്കെ, പാപത്തോട് പോരാടുന്നതിൽ ഇതെന്തിനാണ് ഇത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് ആരും പറയാതിരിക്കാനാ. മനസ്സിലായോ? അങ്ങനല്ലേ അതിൻ്റെ അർത്ഥം? അങ്ങനല്ലേ? ഇത് പരിശുദ്ധാത്മാവ് അപ്പോസ്തലനിൽ കൂടെ എഴുതിച്ചത് എനിക്കിനിയും പാപത്തോട് പോരാടി എനിക്ക് ജയിക്കാൻ പറ്റത്തില്ലെന്ന് ആരും പറയരുത്. അതിനല്ലേ? ആണോ? അതെങ്ങനെ പറ്റും? യേശുവിനെ കൂടാതെ പറ്റത്തില്ല. അതുകൊണ്ടാണ് 1-ാമത്തെ വാക്യം എടുത്തേ. അതുകൊണ്ടാണ് 1-ാമത്തെ വാക്യം. 1-ാമത്തെ വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് കൂടുക. അപ്പോൾ ഇത് സാക്ഷികളുടെ ഏത് സമൂഹമാണ്? സാക്ഷികളുടെ സമൂഹം ആരാന്ന് അറിയണമെന്നുണ്ടെങ്കിൽ 11-ാം അധ്യായം വായിച്ചാൽ മതി. അവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാ ജീവിതം കളഞ്ഞത്? സാക്ഷികളുടെ സമൂഹം എന്ന് പറഞ്ഞാൽ 11-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആൾക്കാരാ. നിങ്ങളിരുന്ന് വായിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എബ്രായ ലേഖനം വേറെ ദിവസം പഠിക്കാം. പ്രൈസ് ദി ലോർഡ്. നോക്കി, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റുന്നു. അവർ അവിടെ ഓൾറെഡി. കാരണം എന്തുകൊണ്ടാണെന്നറിയാം? എന്തുകൊണ്ടാണ് അവർ നോക്കി പാർക്കുന്നത്? അവർക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അവർക്കറിയത്തില്ല. ഞാൻ നിങ്ങളോട് പറയാം, ഇപ്പം ഞാൻ ഇവിടുന്ന് വിട്ടുപിരിഞ്ഞാൽ, പണ്ടായിരുന്നെങ്കിൽ അബ്രഹാമിൻ്റെ മടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അബ്രഹാമിൻ്റെ മടിയില്ല. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കൂടി അബ്രഹാമിൻ്റെ മടിയിലുള്ളവരെ എല്ലാം ഉയർപ്പിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോയി. ധനവാനും കൂട്ടരും ഇപ്പോഴും പാതാളത്തിൽ കിടപ്പുണ്ട്. എന്തിനാണെന്നറിയാം? അന്ത്യനായ വിധിയിൽ തീപ്പൊയ്ക്ക് തള്ളാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴും പാതാളത്തിൽ യാതന അനുഭവിക്കുക. പക്ഷേ ഇതിനെക്കാട്ടി വലുതാണ് തീപ്പൊയ്ക്ക. പക്ഷേ അബ്രഹാമിൻ്റെ മടിയിലുള്ളവരെയെല്ലാം കർത്താവ് ഉയർത്തെഴുന്നേൽപ്പോൾ. കാരണം എന്താ? ആദ്യ ഫലം ക്രിസ്തു ആയതുകൊണ്ട് ക്രിസ്തുവിനെ കൂടാതെ ഈ ഭൂമിയിൽ ഒരുത്തരും പോലും യഥാർത്ഥമായി ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മോശയും ഏലിയാവും. മോശയും ഏലിയാവും വരാനിരിക്കുന്ന ദൈവരാജ്യത്തെ പറ്റി കാണിച്ചു കൊടുത്തതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മോശയും ഏലിയാവും ഉയർത്തായിരുന്നുണ്ടെങ്കിൽ ആദ്യ ഫലം ക്രിസ്തു ആകത്തില്ല. ചേർന്നത് അല്ലല്ലോ പറഞ്ഞാട്ടെ. ക്രിസ്തുവിനെ കൂടാതെ ആർക്കും സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല, അബ്രഹാമിന് പോലും. അതുകൊണ്ട് അബ്രഹാമും എൻ്റെ മുഖം കാണുമെന്ന് പറഞ്ഞത്. പരീക്ഷന്മാർ ചോദിച്ചോ പറഞ്ഞു, അയ്യോ ഞങ്ങളുടെ പിതാവ് അബ്രഹാം എൻ്റെ മുഖം കാണും. അയ്യോ നീ 50 നിനക്ക് 50 വയസ്സ് പോലും ഇല്ലല്ലോ. അബ്രഹാമിൻ്റെ രക്ഷയും യേശുവിൽ കൂടിയാണ്. കാരണം വരുവാനിരിക്കുന്ന ക്രിസ്തുവിനെ നോക്കി പാർത്ത് അവർ ജീവിച്ചത്. നമ്മൾ വന്നു കഴിഞ്ഞ യേശുവിൻ്റെ അനുഭവത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് ഒരു നാമവും ഇല്ലെന്ന് പറയുന്നത്. ഇവൻ മറിയയുടെ രക്ഷ പോലും യേശു ക്രിസ്തുവിൽ കൂടിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തു അല്ലാതെ രക്ഷകനല്ല. മറിയ നല്ല വിശുദ്ധിയായി ജീവിച്ച സ്ത്രീ. ആ സഹോദരി, ആ അമ്മയ്ക്ക് പോലും യേശുവിൽ കൂടി അല്ല രക്ഷയില്ല. കാരണം അല്ലെങ്കിൽ യേശു സകലരും രക്ഷകനാകുന്നില്ല. പെന്തിക്കോസ്തി പെരുന്നാളിൽ മറിയ ഉണ്ടായിരുന്നു 120 പേരുടെ നടുവ്. അവിടെ വെച്ച് ആത്മാവിനെ പ്രാപിച്ചത്. പോട്ടെ, ഞാൻ എൻ്റെ സബ്ജക്റ്റ് അതിലേക്കല്ല.
സകല ഭാരവും മുറുകെ പറ്റുന്ന. എനിക്ക് ഭാരം, ഇന്ന് ക്രിസ്ത്യൻ സമൂഹത്തിന് എന്തുകൊണ്ടാണ് ഭാരം വിടാൻ പറ്റാത്തത്? ക്രിസ്തുവിൽ റെസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. ക്രിസ്തു ഉള്ളിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ, യഥാർത്ഥമായിട്ടുള്ള വെളിപ്പാടിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിൽ റെസ്റ്റ് ചെയ്യാൻ പറ്റൂ. പൂർണ്ണമായി എല്ലാ വിഷയത്തിലും കർത്താവിൽ ട്രസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്നാലേ ഈ ഭാരം മാറുമ്പോൾ. എന്നിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ ഭാരം കൂടും, കർത്താവിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ ഭാരം കുറയും. വേറെ യാതൊരു മാർഗവും ഇല്ല. ആര് കൈവച്ചാലും മാറത്തില്ല, എത്ര പ്രാർത്ഥിച്ചാലും മാറത്തില്ല. ഈ ഭാരം മുറുകെ പറ്റുന്ന പാവം വിടണമെന്നുണ്ടെങ്കിൽ യേശുവിൽ കൂടിയേ പറ്റൂ. എനിക്ക് സ്വയമായിട്ട് പറ്റത്തില്ല. എനിക്ക് സ്വയമായിട്ട് പാവം വിട്ട് ജീവിക്കാൻ പറ്റുന്നെങ്കിൽ യേശു മരിക്കേണ്ട കാര്യമേ ഇല്ലല്ലോ. യേശുവിനെ കൂടാതെ ഞാൻ എന്ത് ചെയ്താലും പ്രതിഫലമില്ല. യേശുവിനെ കൂടാതെയുള്ള എൻ്റെ വിശുദ്ധി സ്വയവിശുദ്ധിയാണ്. അതിനകത്ത് ഞാൻ അഹങ്കരിക്കും. ഞാൻ പോസ്റ്റ് ചെയ്യും, അല്ലേ, ഞാനിങ്ങനെ ജീവിക്കുന്നത്. അതോടുകൂടി ആളവിട്ടായി. അങ്ങനെ ആയിരുന്നു പരീക്ഷന്മാരും സാധുക്കരും അല്ല. കാരണം ഒരു ജഡവും എൻ്റെ സന്നിധി പ്രശംസിക്കരുത്. ഞാൻ നല്ലവനെന്ന് പറഞ്ഞ് സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിച്ചാൽ ഒരൊറ്റ മനുഷ്യൻ അവിടെ കാണത്തില്ല. യേശുവിൽ കൂടി അല്ലാതെ ഒരൊറ്റ മനുഷ്യന് സ്വർഗത്തിലെത്താൻ പറ്റില്ല. അടുത്ത വചനം, ജീസസ് വിശ്വാസത്തിൻ്റെ നായനും പൂർത്തി വരും. യേശുവിനെ നോക്കണ്ടോ? അപ്പോൾ ഈ ഓട്ടത്തിൽ ആരെ നോക്കി? എന്നെ നോക്കരുത്, യേശുവിനെ നോക്കണം. പാപം വിടണമെങ്കിലും ഭാരം വിടണമെങ്കിൽ ആരെ നോക്കിയാലേ പറ്റൂ. അപ്പോൾ വിശ്വാസത്തിൻ്റെ നായകൻ ആരാ? യേശുവാ. യേശുവാ നമുക്ക് വിശ്വാസം തരുന്നതും യേശു അത് പൂർത്തി വരുത്തുന്നു, അല്ലേ? യേശുവിൽ കൂടി അല്ലാതെ വിശ്വാസമില്ല എനിക്ക്. യേശുവിൽ വിശ്വസിക്കാത്ത എനിക്ക് വിശ്വാസം ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആര് യേശുവിൽ വിശ്വസിക്കുന്നില്ലയോ അവർ വിശ്വാസിയല്ല. നമുക്കറിയാമല്ലോ, അല്ല, വിശ്വാസി എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ട് വിശ്വസിക്കുന്നവർ അല്ലെങ്കിലും വിശ്വാസി എന്ന് പറയുന്നുണ്ട്. എല്ലാവരും പൂർണ്ണമായി യേശുവിലാണ് ട്രസ്റ്റ് ചെയ്യുന്നത്. വിശ്വാസി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി യേശുവിനെ നോക്കി ഓടുന്നവരെയാണ്. വേറെ ഒന്നും നോക്കുന്നില്ല ആരെയും. കാരണം അവന് ഭാരമില്ല. കാരണം അവൻ വേറെ ആരെയും നോക്കുന്നില്ല, എന്നെ തന്നെ നോക്കുന്നില്ല. ഞാൻ യേശുവിനെ മാത്രമാണ് നോക്കുന്നത്. എൻ്റെ സാഹചര്യത്തെ ഞാൻ നോക്കുന്നില്ല, പ്രൈസ് ദി ലോർഡ്. എൻ്റെ കഴിവ്, എൻ്റെ വിശുദ്ധി ഒന്നും ഞാൻ നോക്കുന്നില്ല. ഞാൻ യേശുവിനെ നോക്കുമ്പോൾ എന്നിൽ വെളിപ്പെടുന്നതാണ് അത്. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അവമാനം അലക്ഷ്യമാക്കി. നോക്കിയേ, അവമാനം അലക്ഷ്യമാക്കാൻ കാരണം എന്താ? അവമാനം അലക്ഷ്യമാക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ലയോ? ക്രൂശിൽ കിടന്ന് ഇങ്ങനെ കിടക്കുന്ന അവമാനം സാരമില്ലെന്ന് വിചാരിച്ചു. തൻ്റെ മുമ്പിൽ വയ്ക്കുന്ന സന്തോഷം എന്താ? നമ്മളെ ഓർത്തിട്ട്, നമ്മളെ തേജസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ക്രൂശിൽ കിടന്ന് ഇങ്ങനെ കിടക്കുന്ന എല്ലാവരും എന്നെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കെന്ന് പറയുമ്പോഴും അവമാനം അലക്ഷ്യമാക്കാതെ ഇങ്ങനെ കടന്നു. എന്തിനു വേണ്ടി? ആ സന്തോഷം, യേശുവിൻ്റെ ഉള്ളിൽ ആ സന്തോഷമുണ്ട്, അനേകരെ തേജസ്സിലേക്ക് നടത്താൻ. ആ ക്രൂശിൽ യേശു അവമാനം സഹിച്ചതുകൊണ്ട് മാത്രമാണ് എന്നെ തേജസ്സിലേക്ക് നടത്താൻ പറ്റുന്നത്. ജീസസ് ദൈവസിംഹാസനത്തെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. അടുത്ത വചനം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചോളില്ല. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമ്മളെ നോക്കണ്ട, നമ്മുടെ സാഹചര്യത്തെ നോക്കണ്ട, ഇങ്ങനെ നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളാനാണ് പറഞ്ഞത്, അല്ലേ? അപ്പോൾ ധ്യാനിച്ചു കൊള്ളുമ്പോഴാണ് നമ്മുടെ ഭാരം മാറുന്നത്, നമ്മുടെ പാപത്തിൽ നിന്നുള്ള ജയം പ്രാപിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത വചനം, പാപത്തോട് പോരാടുന്ന നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം. എന്തുകൊണ്ടാണ് പ്രാണത്യാഗത്തോളം? കാരണം എൻ്റെ ലക്ഷ്യം തേജസ്സാണ്. എൻ്റെ പ്രാണൻ പോയാലും ഞാൻ അവൻ്റെ മഹത്വം പ്രാപിക്കും. അത് യുഗായുഗം. ഞാനിത് കഴിഞ്ഞ ദിവസം തന്നെ ഒരു ട്രീറ്റ് കണ്ടു. നിങ്ങൾ 1000 വർഷം സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇവിടുത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കുമോ? അല്ല, 100 വർഷം നിങ്ങൾ സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്ന് ഇപ്പോൾ ചിന്തിച്ചാൽ നിങ്ങൾ ഇവിടുത്തെ പറ്റി ചിന്തിക്കുമോ? ഇല്ല. ഞാൻ പറയാം, ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വരുമ്പോൾ ഞാൻ ഈ ലോകമേ മറക്കും. അപ്പോൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ ലോകത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുകയില്ല. ഇല്ല, ഇവിടെ തന്നെ ഞാൻ കർത്താവിനെ ശരിക്കും അനുഭവിക്കും. ഈ ലോകമൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ കർത്താവിൻ്റെ കൂടെ പൂർണ്ണതയിൽ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ പറ്റി വല്ലതും ചിന്തിക്കുമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മോശ മറന്നുപോയി. 40 ദിവസം അവിടെ പോയിരുന്നതൊന്നും അറിഞ്ഞില്ല. ഇറങ്ങി വന്നപ്പോൾ ആ തേജസ്സുമായിട്ട് ഇറങ്ങി വന്നേ.
എന്ത് ചെയ്തു? എന്ത് പ്രവർത്തിച്ചിട്ടാ മോശയ്ക്ക് ആ തേജസ് കിട്ടിയേ? നല്ല പ്രവൃത്തി ചെയ്തിട്ടാണ്. മറ്റുള്ളവർക്ക് നോക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ന്യായപ്രമാണത്തിൽ ഉണ്ടായിരുന്ന മോശയ്ക്ക് ഇങ്ങനെ ഒരു തേജസ് കിട്ടിയെങ്കിൽ ക്രിസ്തുവിൽ കൂടി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന തേജസ് എന്താണ്? ന്യായപ്രമാണം യേശു അകത്ത് വസിക്കാതെ ദൈവത്തിൻ്റെ ജീവൻ അകത്തില്ലാത്ത മോശയ്ക്ക് ഇത്രയും തേജസ് കിട്ടിയെങ്കിൽ തേജസ്സേറിയ ശുശ്രൂഷ, ക്രിസ്തുവിൻ്റെ രൂപത്തോട് അനുരൂപമാകുന്ന തേജസ്സിൻ്റെ ശുശ്രൂഷ. യഥാർത്ഥമായിട്ട് പ്രാർത്ഥനയെ ദൈവമായിട്ട് കൂടെ ചേർന്നിരുന്നാൽ എന്താ കുഴപ്പം? എല്ലാം ചിന്തിക്കും എന്നെ. നിങ്ങൾക്ക് ഞാൻ പറയാം, ദൈവരാജ്യം ഒന്ന് കാണിച്ചു കൊടുത്തപ്പം പത്രോസും യോഹന്നാനും പറഞ്ഞു, ഒന്നും വേണ്ട, ഞാൻ നിങ്ങൾക്ക് എല്ലാം എടുത്തു, എനിക്കിവിടെ ഞങ്ങൾ മൂലയ്ക്ക് കിടന്ന് ഉറങ്ങിക്കോളാം, ഇവിടെ കിടന്നാൽ മതി, അല്ലേ, താഴോട്ട് പോവുകയോ വേണ്ട, ഇനി നീ 3 കുടിൽ നമുക്ക് ഉണ്ടാക്കാം, നിങ്ങളെടുത്തോ, ഞങ്ങൾ ഇവിടെ എങ്ങാനും ചുരുണ്ട് കിടന്നോളാം. ഈ ഒരു അനുഭവം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ കിടന്ന് എനിക്കൊരു കുടിൽ വേണം, നിനക്ക് ഏതാർക്കാട് ആ കുടിൽ കിട്ടുന്നത്, അത് വേണ്ടി പിടിച്ചു പറിക്കല്ലേ ഇപ്പം. ഏത് കുടിൽ എനിക്ക് കിട്ടും? യഥാർത്ഥമായിട്ട് ക്രിസ്തുവിലായി തീർന്നാൽ എന്താ? ആർക്കും ഒരു ഹല്ലേലൂയ ഇല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഒത്തിരി ചിന്തിച്ചു കേട്ടോ. മോശ എനിക്കൊരു കുടിലെന്ന് ഇവിടെ ആയിരുന്നേ പറഞ്ഞേനെ, അല്ലയോ? തേജസ് വരുന്നുണ്ടെ പറയും എനിക്കൊരു കുടില്, നിനക്ക് വേറൊരു കുടില്, അല്ലേ? പക്ഷെ അവിടെ പറഞ്ഞത് എനിക്കാക്കൊന്നും വേണ്ട, ഞങ്ങൾ ഇവിടെ കാണാൻ കിടന്നാൽ നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി തേജസ്സോട് കൂടി. ഇവിടെ ആത്മാവിൻ്റെ തീ അങ്ങോട്ട് കത്തിക്കുന്നുണ്ട്, എനിക്കെന്തോ കിട്ടുമെന്നാ. പ്രൈസ് ദി ലോർഡ്. ശരിക്കും ആത്മാവിൻ്റെ തീ ഇറങ്ങുമ്പോൾ ഞാൻ ഇല്ലാതാകണം, യേശു വളരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശരിക്കും ആത്മാവിൻ്റെ ആരാധന എന്ന് പറഞ്ഞാൽ ഞാനില്ലാതാ യേശു വളരുന്നതാ. ആ അനുഭവം എന്നെ നിരന്തരം നിലനിർത്തണം. ഹല്ലേലൂയ. അത് ഇവിടുത്തെ ആരാധന കഴിഞ്ഞ് വെളിയിൽ പോയാലും ആ അനുഭവത്തെ നിലനിൽക്കണം. ഓ ജീസസ്, ദൈവത്തിന് എന്തൊക്കെയോ പറയാനുണ്ട് കേട്ടോ. ഇവിടുത്തെ മറ്റേ കാര്യം, ഇവിടുത്തെ കാര്യം, അതൊക്കെ ഇതൊക്കെ, അതിൻ്റെ കാര്യം, ഇതിൻ്റെ കാര്യം ഒന്നും ചിന്തിക്കത്ത് പോലും ഇല്ല. ശരിക്കും ഇവിടെ ശരിക്കും ദൈവത്തിൻ്റെ അകത്തോട്ട് കയറി എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ നീയും അവനും ഒന്നായിത്തീരുന്ന അനുഭവമാണ്. അപ്പൊ ഇവിടെ വിടുതലുണ്ട് ഉണ്ട്. നീ അവനായി ഒന്നായി ചേർന്ന് കഴിഞ്ഞാൽ നിന്റെ ഇവിടുത്തെ വിടുതലൊക്കെ ദൈവമാണ് ചെയ്യുന്ന, നീ അല്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നീ ഇപ്പോഴും ഇതിനെ പറയാൻ നടക്കുമ്പോൾ ദൈവം പറയുന്നതാണ്, എന്നെ അവൻ അന്വേഷിക്കുന്നവരുമില്ല, ഞാനും അവനായിട്ടൊന്ന് ഒന്നിച്ചൊന്ന് ഇരിക്കാൻ പോലും പറ്റുന്നില്ല. ഇവിടുത്തെ കാര്യത്തിൽ വേവലാതി എടുത്ത് പാരം വെച്ച് ഇങ്ങനെ കറങ്ങി നടക്കുക. മറ്റുള്ളവർ കാണുമ്പോഴെന്തുവാ, ഇവൻ്റെ അകത്ത് യേശു ഉണ്ടോ? ജീസസ്. ആയിട്ട് വായിച്ചാട്ടെ. മകനെ, ഭർത്താവിൻ്റെ ശിഷ്യ നിരീക്കുക, അവൻ ശാസിക്കുകയും മുഷിയരുത്. അപ്പോൾ ആരെ മാത്രമേ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യത്തുള്ളൂ? മകനെ. മക്കളല്ലാത്തവരെ ശിക്ഷിക്കുമോ? അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്തോണ്ടിരിക്കുക, അല്ലേ? എടുത്ത വചനം. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ നോക്കിയേ, ആരെയാ ശിക്ഷിക്കുന്നത്? താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു. അപ്പോൾ മക്കളെ മാത്രമേ ദൈവം ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ശിക്ഷയല്ല, ഡിസിപ്ലിൻ. എന്തിനു വേണ്ടിയാണ് ഡിസിപ്ലിൻ ചെയ്യുന്നത്? ആർക്കെങ്കിലും പറയാം? മക്കളെ എന്തിനാണ് ഈ ഡിസിപ്ലിൻ ചെയ്യുന്നത്? തേജസ്സിലേക്ക് എത്താൻ, തൻ്റെ വിശുദ്ധി പ്രാപിക്കാൻ. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നതല്ല. ദൈവത്തെ എന്നെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ മഹത്വത്തിലേക്ക്. അപ്പം ദൈവം ശിക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ ഡിസിപ്ലിൻ ചെയ്യുന്നത് തൻ്റെ വിശുദ്ധിയിലെത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഒരു ശിക്ഷ വരുന്നതാണ്, ദൈവം എന്നെ ശിക്ഷിച്ചു, അതുകൊണ്ട് ഞാൻ കിടന്ന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. യേശുവിൽ കൂടെ ജീവിക്കണം, ഞാൻ യേശുവിലേക്കും മടങ്ങണം. ദൈവം എന്നെ കറക്റ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥമായിട്ട് മകനാണെങ്കിൽ യേശു വളരും, ഞാൻ വളരുകയല്ല. ഞാൻ കുറെ കൂടെ നല്ല പ്രവൃത്തി ചെയ്ത് ഞാൻ ആരാധനയ്ക്ക് പോകുന്നതല്ല. യേശു എൻ്റെ അകത്ത് വളരുമ്പോൾ ഉണ്ടാകുന്ന ഫലം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അത് കൂടുതൽ ഫലം ദൈവം പ്രതീക്ഷിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് സ്നേഹിക്കുന്ന പനെ ഡിസിപ്ലിൻ ചെയ്യുന്നത്, ട്രെയിനിങ്.
ഇതൊക്കെ ട്രെയിനിങ് എന്നാണ് പറയുന്നത്. ശിക്ഷയല്ല, ഒരിക്കലും രക്ഷ നഷ്ടപ്പെടുന്ന ഒന്നല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഫലം വരുമ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ക്രിസ്തുവിൽ വളരണം, ക്രിസ്തുവിൻ്റെ വിശുദ്ധിയിലേക്ക് വളരണം, സ്വയവിശുദ്ധി അല്ല. അടുത്ത പറഞ്ഞു, നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവമക്കളോട് എന്നതുപോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുണ്ട്? അപ്പോൾ ബാലശിക്ഷ സഹിക്കണം. ബാലശിക്ഷ സഹിച്ചിട്ട് കൂടുതലായി യേശുവിനെ വെളിപ്പെടുത്തണം. എന്നെങ്കിൽ മാത്രമേ ഞാൻ അവൻ്റെ വിശുദ്ധി എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ എന്നെ ഒരാൾ അടിച്ചു, ഞാൻ എങ്ങനെ അവൻ്റെ വിശുദ്ധി പ്രാപിക്കും? കാരണം ട്രൈ ചെയ്യുക. എന്നെ അവൻ്റെ വിശുദ്ധിയിലേക്ക് പ്രാപിച്ചാൽ ഇവിടെ വന്നിരുന്ന് ആരാധിച്ചാൽ അവൻ്റെ വിശുദ്ധി പ്രാപിക്കത്തില്ല. ഞാൻ വെളിയിൽ ഇറങ്ങി കഴിയുന്നുണ്ടെങ്കിൽ അടി കൊള്ളുമ്പോൾ തിരിച്ചടിക്കാൻ പറ്റാത്തതാണ് അവൻ്റെ വിശുദ്ധി. അത് ഓരോ നിമിഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ എത്രമാത്രം ക്രിസ്തു എൻ്റെ അകത്ത് ജീവിക്കുന്നു അതിൻ്റെ പ്രതിഫലനമാണ് ഞാൻ തിരിച്ചടിക്കാതിരിക്കുന്നത്. ലോകം പറയും അടിക്കാൻ പറയും, നിയമങ്ങൾ പറയും അടിക്കാൻ പറയും, മനസ്സും പറയും നാണക്കേടായിപ്പോയി. പറഞ്ഞിട്ടില്ലയോ പല്ലിന് പകരം പല്ല് പോയി? അതല്ല ഇപ്പോഴത്തെ, അത് പ്രമാണം. അപ്പോൾ എനിക്ക് ഏറ്റവും ബലം വേണ്ടിയത് ഞാൻ തിരിച്ചടിക്കാതിരിക്കുക, അപ്പുറത്തെ കാലം കൊടുക്കുക, അതിന് ബലം വേണം. അത് ക്രിസ്തു ഇല്ലാതെ പറ്റത്തില്ല. അവിടെയാണ് പ്രതിഫലം അല്ലേ? അവിടെയാണ് അവൻ്റെ വിശുദ്ധി പ്രാപിക്കുന്നത് ഞാൻ, അല്ലേ? ആണോ? അവൻ്റെ വിശുദ്ധി പ്രാപിക്കാൻ യേശുവിനെ കൂടാതെ പറ്റത്തില്ല. കാരണം എൻ്റെ വിശുദ്ധി അല്ല. ഞാനിപ്പോൾ എൻ്റെ വിശുദ്ധിയാണെങ്കിൽ ഒരടി തന്നു, ഓ യേശു പറഞ്ഞിട്ടുണ്ട് തിരിച്ചടിക്കരുതെന്ന്, അടിക്കുന്നില്ല, ഒരു പ്രതിഫലനമില്ല. അതെൻ്റെ വിശുദ്ധി. പരിശുദ്ധാത്മാവിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. കാരണം നമ്മുടെ കഴിവുകൊണ്ട് ചെയ്യാവുന്ന കാര്യമല്ല. അപ്പോൾ അവൻ്റെ വിശുദ്ധി എന്താണെന്നറിയോ? രോമം കത്തിക്കുന്ന അളവിൽ മിണ്ടാതെ കിടന്നല്ലേ, കുന്നം കൊണ്ട് കുപ്പിയോ 3 ദിവസം കൊണ്ട് മന്ദിരം പൊളിച്ച് പണിയാമെന്ന് പറഞ്ഞവരെ ഇറങ്ങി പാടാന്ന് പറഞ്ഞപ്പം ഇങ്ങനെ പറഞ്ഞില്ല യേശു. അപ്പോഴും തൻ്റെ മുമ്പിലുള്ളതിനെ സന്തോഷം കൊണ്ടല്ലേ നിന്നെ അപമാനം അലക്ഷ്യമാക്കി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അപമാനം അലക്ഷ്യമാക്കാൻ പറ്റുമോ? അപമാനം അലക്ഷ്യമാക്കാനാണോ ബലം വേണ്ടിയത്, അതോ അപമാനത്തിന് തിരിച്ചു പകരം ചോദിക്കാനാണോ ബലം? എല്ലാവരും എന്നെ നോക്കി ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം എന്നെ ഇന്ന് അനുഗ്രഹിക്കുന്നു പറഞ്ഞാൽ ഈ ജയം പ്രാപിക്കുന്നല്ലോ ദൈവം എന്നെ യഥാർത്ഥമായിട്ട് എന്നെ അനുഗ്രഹിക്കുന്നത് ആണോ? യഥാർത്ഥ അനുഗ്രഹം ഞാൻ പ്രാപിച്ചത് ഇന്ന് വന്നിട്ട് പ്രാപിച്ചതെന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കുമ്പോൾ തിരിച്ചടിക്കാതിരിക്കാനുള്ള കൃപ എനിക്ക് കിട്ടി. അതിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അതിനല്ലേ സ്വർഗത്തിൽ പ്രതിഫലം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. അപ്പം ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? അടുത്ത വചനം, എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരുന്നാൽ നിങ്ങളുടെ മക്കളല്ല കോളിലന്മാരാ, ജാരസന്തതി എന്നാ. ജാരസന്തതികളെ ആരും ശിക്ഷിക്കത്തില്ല. ദൈവം ശിക്ഷിക്കുമോ? ആർക്കും മനസ്സിലാവുന്നില്ലേ? കോളിടയന്മാർ, ബസ്റ്റാർഡ്, ജാരസന്തതി. നമ്മൾ യഥാർത്ഥമായിട്ട് ആണെന്നുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് ഡിസിപ്ലിൻ ഉണ്ടല്ലേ? ഒരല്ലേലും ആരും പറയുന്നില്ല. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല. ബാലശിക്ഷ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നശിപ്പിക്കാനുള്ളതല്ല, നമ്മളെ അവൻ്റെ വിശുദ്ധിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവൻ്റെ വിശുദ്ധിയിലേക്ക് എത്തിക്കുവാൻ ജാരസന്തതികളെ അവിടെ എത്തിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ജാരസന്തതികളെ ഒരിക്കലും അവൻ്റെ മഹത്വത്തിലേക്ക് എത്തിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വിശുദ്ധി, ഈ ട്രെയിനിങ് നമ്മളെ അവൻ്റെ ലക്ഷ്യം എന്തിനു വേണ്ടി നമ്മളെ വിളിച്ചേക്കുന്നത്? അവൻ്റെ മഹത്വം പ്രാപിപ്പാൻ വേണ്ടി. ജീസസ്. അടുത്ത വചനം, നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാരെ നിങ്ങളെല്ലാം വായിച്ചിട്ടുള്ളത്, നിങ്ങൾക്കെല്ലാം അറിയാം, പക്ഷേ യഥാർത്ഥമായിട്ട് പൊരുൾ അറിയത്തില്ല. ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നല്ലോ, ഇല്ലയോ? അപ്പനും അമ്മമാരും ശിക്ഷിക്കുന്നുണ്ടേ അന്നേരത്തേക്കൊന്ന് വണങ്ങും അല്ലേ, അടി കിട്ടിയാലും. ആത്മാക്കളുടെ പിതാവിനെ ഏറ്റവും അധികമായി കീഴടങ്ങേണ്ടി ജീവിക്കേണ്ടതല്ലേ? നോക്കിയേ. അപ്പോൾ യഥാർത്ഥമായിട്ട് ഇവിടുത്തെ അപ്പന് കീഴടങ്ങുന്ന ശിക്ഷിക്കുമ്പോഴും
സ്നേഹിച്ച് നടക്കുന്നു. പക്ഷേ ആത്മാക്കളുടെ പിതാവിന് എത്രമാത്രം കീഴടങ്ങിയിരിക്കണം? നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുമ്പോഴും നമ്മൾ കീഴടങ്ങിയിരിക്കണം. അങ്ങനെയല്ലേ പറയുന്നത്? കാരണം ഇങ്ങനത്തെ മെസ്സേജ് ഇന്നില്ല കേട്ടോ. കാരണം മഹത്വം പ്രാപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് അന്യം വന്നുപോയി. ദൈവത്തിൻ്റെ വിളി എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞോളെ. ഇവിടെ വല്ലതും തരാനായിട്ട് യേശു കാലോറി മരിക്കുകയൊന്നും വേണ്ട. എനിക്ക് കാറ് തരാനോ എൻ്റെ സ്വത്ത് തരാനോ യേശു കാലോറി മരിക്കണ്ട. പക്ഷേ എന്നെ മക്കളാക്കി തീർത്ത് അവൻ്റെ മഹത്വത്തിൽ എത്തിക്കാൻ യേശുവിൻ്റെ മരണത്തിൽ കൂടെ അല്ലാതെ പറ്റത്തില്ല. പക്ഷേ ആ യേശുവിൻ്റെ മരണത്തിൻ്റെ ബെനിഫിറ്റ് ഞാൻ അനുഭവിക്കുന്നില്ലെങ്കിൽ എനിക്കൊരിക്കലും എത്താനൊക്കത്തില്ല. കാരണം എനിക്ക് സ്വയമായിട്ട് പോകാൻ പറ്റുന്നതല്ല. ഞാൻ വിശ്വാസത്തിലേ ജീവിച്ചാലേ പറ്റൂ. അടുത്ത വചനം, അവർ ശിക്ഷിച്ചത് കുറേ കാലം തങ്ങളുടെ ബോധിച്ച പ്രകാരം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കിപ്പോൾ ദേഷ്യം വരുവാണെങ്കിൽ ഞാൻ പിള്ളേരെ രണ്ട് തള്ളുകയല്ലേ. അത് യഥാർത്ഥമായിട്ടും അവർ നന്നാവാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് പല കുടുംബങ്ങളിലും അതാണ്. ദേഷ്യം വരുന്നുണ്ടെ തീർക്കുന്നത് പിള്ളേരെ പിടിച്ച 4 തല്ല്. അല്ലാതെ അവർ നന്നായി വരണമെന്നും പറഞ്ഞാന്നോ അടിക്കുന്നത്, അതോ ദേഷ്യം തീർക്കുകയെന്നോ? ഇതിൻ്റെ അത് ദൂതുണ്ട് കേട്ടോ. നോക്കിയേ, അവൻ്റെ വിശുദ്ധി പ്രാപിക്കണം നമ്മുടെ ഗുണത്തിനായി തന്നെ സൃഷ്ടിക്കുന്നു. നോക്കിയേ, ഇവിടെയാണ് പ്രശ്നം. നമ്മുടെ വിശുദ്ധി പ്രാപിക്കാനല്ല, അവൻ്റെ വിശുദ്ധി പ്രാപിക്കാൻ യേശുവിനെ കൂടാതെ ഇങ്ങനെ അവൻ്റെ വിശുദ്ധി പ്രാപിക്കുന്നത് നിങ്ങൾ പറ. യേശു അകത്ത് വരാത്ത, യേശു ജീവിക്കാത്ത ഒരു വ്യക്തിയും അവൻ്റെ വിശുദ്ധി പ്രാപിക്കാൻ ഒക്കത്തില്ല. ഞാൻ എത്ര നന്നായിട്ട് ജീവിച്ചാലും അവൻ്റെ വിശുദ്ധി ആകത്തില്ല. ഇത് വെച്ചിട്ടാണ് പറയുന്നത് അവൻ്റെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഞാൻ മീശ പഠിക്കുന്ന വെള്ളയെടുപ്പ് ഇടുന്നതല്ല, അവൻ്റെ വിശുദ്ധി. അപ്പോൾ എന്നെ ദൈവം ഡിസിപ്ലിൻ ചെയ്യുന്നത് അവൻ്റെ വിശുദ്ധിയിലേക്ക്, അല്ലാതെ എനിക്കിപ്പോൾ പ്രശ്നം വന്നു അതുകൊണ്ട് ഞാൻ കുറേ കൂടെ ഉപവാസിച്ചിരുന്നു, അങ്ങനെയൊന്നും അല്ല. എൻ്റെ ദൈനംദിന ജീവിതത്തിൽ അവനെ വെളിപ്പെടുത്തണം. നോക്കിയാൽ നിങ്ങളുടെ അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് ഇവിടെയാണ് കുഴപ്പം. നമ്മുടെ വിശുദ്ധിയല്ല, നമ്മുടെ വിശുദ്ധി അവൻ്റെ വിശുദ്ധി തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. രക്ഷിക്കപ്പെടാത്ത, യഥാർത്ഥമായിട്ട് ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. ആ ക്രിസ്തു ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ സൃഷ്ടിക്കുന്നത്. ജീസസ് പ്രൈസ് ദി ലോർഡ്. യേശു കാൽവറിയിൽ മരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ് യേശു കാൽവറിയിൽ മരിച്ചതെന്തിനു? യേശു പൂർണ്ണതയിൽ എൻ്റെ അകത്ത് ജീവിക്കാനാണ്. എൻ്റെ പാപം ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വെറും സിമ്പിൾ കാര്യമാണ്, അത് യാഗം കൊണ്ട് കഴിഞ്ഞു. പക്ഷേ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അവൻ്റെ വിശുദ്ധിയിലേക്ക് എത്തിച്ചേരുക. യേശു കാൽവറിയിൽ മരിക്കുമ്പോഴും അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് ആ കുരിശിൽ കിടന്നുകൊണ്ടും പ്രാർത്ഥിക്കുമ്പോഴും ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ വിശുദ്ധിയിലേക്ക് ഞാൻ എത്തിച്ചേരാനാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ സ്വയവിശുദ്ധി അല്ല, ഇത് നമ്മൾ തെറ്റിപ്പോരുത്. ഇന്ന് പെന്തക്കോസ്റ്റൽ ടീച്ചിങ് പോലും നമ്മുടെ വിശുദ്ധിയാണ്. അതുകൊണ്ടാണ് ഈ വെള്ളയുടുപ്പും മീശ, അതൊക്കെ കുഴപ്പമില്ല. ഇന്ന് കുഴപ്പം പറ്റിയിരിക്കുന്നത് എന്തറിയാമോ? ഒരു ന്യൂ ജനറേഷൻ ചർച്ചിൽ വന്നിട്ട് ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ വന്നപ്പോൾ ഈ പെന്തക്കോസ്റ്റൽ പഠിപ്പിലെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പുറമേ ഉള്ള വിശുദ്ധി. അപ്പോൾ അവർ പറയും പുറമേ ഉള്ള വിശുദ്ധി വേണ്ട, അകമേയും വിശുദ്ധി വേണ്ട, നന്മ മാത്രം മതി. പുതിയ ടീച്ചിങ്. അകത്തിരിക്കുന്ന വിശുദ്ധി പുറത്ത് വരണമെന്ന യഥാർത്ഥ ടീച്ചിങ്. പെന്തക്കോസ്റ്റൽ അനുഭവത്തിൽ പുറമേ ഉള്ള വിശുദ്ധി അകത്ത് എന്താ പറയുന്നത്, വൈരാഗ്യവും വെറുപ്പും ഒക്കെ അകത്ത് വെച്ചുകൊണ്ടിരിക്കാം. കാരണം ക്രിസ്തു ജീവിക്കുന്നില്ല. ഇവർ വന്ന് പറഞ്ഞു ഞങ്ങൾ ക്രിസ്തുവിലുള്ളവർ, അതുകൊണ്ട് പുറമേ വിശുദ്ധി വേണ്ട, അകത്തും വേണ്ട, ഞങ്ങൾ ഓൾറെഡി വിശുദ്ധിക്കപ്പെട്ടവർ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി നന്മ മാത്രം മതി. ഇന്ന് പ്രബല ടീച്ചിങ് അതാണ്. ഞങ്ങൾ ഓൾറെഡി വിശദീകരിക്കപ്പെട്ടു, അതുകൊണ്ട് എനിക്ക് നന്മ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ബാലശിക്ഷയുടെ ആവശ്യമില്ല. ഞാൻ ഓൾറെഡി വിശദീകരിക്കപ്പെട്ടവരാണെങ്കിൽ ആന്നു എൻ്റെ ആത്മാവ് വിശദീകരിക്കപ്പെട്ടതാ, പക്ഷെങ്കിൽ എൻ്റെ സോൾ, എൻ്റെ ബോഡി
ഈ ബോഡിയുടെ വീണ്ടെടുപ്പ് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിലെ നടക്കൂ. കാരണം ഇത് കറപ്റ്റഡാണ്. പക്ഷെ എൻ്റെ മനസ്സ് പൂർണ്ണമായി കർത്താവിലാകാം. അപ്പം ഞാൻ വീണ്ടെടുക്കപ്പെട്ട് പോകുന്നത് എൻ്റെ മരണത്തിൽ സംഭവിക്കുന്നതെന്നറിയാമോ? എൻ്റെ ആത്മാവ് വിശദീകരിക്കപ്പെട്ടു, എൻ്റെ സോളും അതേപോലെ രണ്ടും കൂടെ പോകുന്നത്. കാരണം സോളിനെ കാണാൻ പറ്റത്തില്ല, ഇല്ലാത്തത് നിത്യമായത് എൻ്റെ സോളും ആത്മാവും കൂടെ പോകുന്നത്. അപ്പം ആ ആത്മാവിൽ നടന്ന വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്കാണ് പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിനെ കൊണ്ടിരുന്നത്. അത് വരുമ്പോഴാണ് എൻ്റെ മരണത്തിൽ ഇത് രണ്ടും പോയി ബോഡി വിട്ടിട്ട് പോകും. ബോഡിയുടെ വീണ്ടെടുപ്പ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ. പക്ഷെ ഞാൻ ക്രിസ്തു എന്നിൽ കൂടെ ജീവിക്കണം. അതിന് ഞാനെന്ന വ്യക്തി മരിക്കണം. ജീസസ്, ഹല്ലേലൂയ. വെളിപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ക്രിസ്തു എന്നിൽ കൂടി വെളിപ്പെടാൻ എൻ്റെ മനസ്സ് പുതുക്കാതെ പറ്റത്തില്ല. ക്രിസ്തുവിൻ്റെ അതേ മനസ്സിൽ ഞാൻ ജീവിച്ചെങ്കിൽ മാത്രമേ. ആ ക്രിസ്തുവിൻ്റെ അതേ മനസ്സിൽ ജീവിക്കുമ്പോഴാണ് അത് ഞാൻ മരണം വരെയും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് എൻ്റെ മനസ്സ്. ഹല്ലേലൂയ. ഞാൻ വളർന്നുകൊണ്ടിരിക്കുക, ക്രിസ്തുവിൽ തികഞ്ഞവനാകുക. പ്രൈസ് ദി ലോർഡ്. അതാണ് ബൈബിൾ തരുന്ന സന്ദേശം. എനിക്ക് സ്വയമായിട്ടൊരു ക്രിസ്തു തികഞ്ഞവനാരും പറ്റത്തില്ല. എൻ്റെ വീണ്ടും ജനനം, ഞാനൊരു പുതിയ സൃഷ്ടിയായി. ആ പുതിയ സൃഷ്ടിയുടെ വെളിപ്പാട് പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ തരുമ്പോൾ ഞാൻ ആ മനസ്സ് ആത്മാവ് പറയുന്നതനുസരിച്ച് പുതുക്കി ഞാനെന്ന വ്യക്തി ഇല്ലാതായി യേശു ജീവിക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത വരുന്നത്. ജീസസ്. അപ്പോൾ അവൻ്റെ വിശുദ്ധി പ്രാപിക്കുവാൻ, നമ്മുടെ ഗുണത്തിനായി തന്നെ സൃഷ്ടിക്കുന്നത്. നോക്കി, അവൻ്റെ വിശുദ്ധി പ്രാപിക്കാൻ. ജീസസ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഒരു ബ്ലെസ്സിങ് കിട്ടുക നല്ലതല്ല. നമ്മളെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താ? അത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഓൾറെഡി നമുക്ക് വേണ്ടി ചെയ്ത കാര്യത്തിൻ്റെ വെളിപ്പാടിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ അങ്ങനെ ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്. ഓ ഹല്ലേലൂയ. കരങ്ങൾ തട്ടി ദൈവത്തിന് ഒന്ന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? ആർക്ക് വേണ്ടിയാണ് ദൈവം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? യേശു പ്രാർത്ഥിക്കുന്നത്. എബ്രായ ലേഖനം 5:7. നിനക്കൊരു വെളിപ്പാട് ഞാൻ തരാം. 5:7. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത്, എബ്രായ ലേഖനം എബ്രായ ക്രിസ്ത്യാനികൾക്ക് എഴുതിയതാണ്. പൗലോസ് വിശ്വാസത്തിൽ നിന്ന് തിരിച്ച് ജൂതിസത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്ന എബ്രായ ക്രിസ്ത്യാനികൾക്ക് പൗലോസ് അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ എഴുതിയതാണ്. കാരണം അവർ പൗരോഹിത്യത്തിലേക്ക് പോയി, പൗരോഹിത്യമില്ല, നമ്മളെല്ലാം പൗരോഹിതന്മാരാണ് എന്ന് തെളിയിക്കുന്ന എബ്രായ ലേഖനം മൊത്തമായിട്ട് പഠിച്ചാൽ നമുക്ക് ഏത് സമയം പിതാവിൻ്റെ സന്നിധിയിൽ കയറി ചെല്ലാം. ഒരു പുരോഹിതൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് എഴുതിയ ഒരു എബ്രായ ക്രിസ്ത്യാനികൾ ജൂതിസത്തിലേക്ക് പോകാൻ നേരം അവരെ തിരിച്ചു മടക്കി കൊണ്ടുവരാൻ വേണ്ടി, അവർ പോകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് എഴുതിയതാണ് എബ്രായ ലേഖനം. ഈ ലേഖനങ്ങൾ മൊത്തം അങ്ങനെ ചില വിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒന്നും നമ്മൾ ശ്രദ്ധിച്ചാൽ ഭൗതികം തന്നെയല്ല, വിശ്വാസത്തിലേക്ക് മടങ്ങി വരുന്നത് ക്രിസ്തുവിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ് എല്ലാ ലേഖനങ്ങളിലും എഴുതി കാണിക്കുന്നത്. നീ നോക്കിയേ, ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവരോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഇതേത് ഉത്തരമാണ്? യേശു കഴിയുമെങ്കിൽ പിതാവേ, ക്രൂശ് മരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പാനപാത്രം നീങ്ങിപ്പോകണമേ എന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം. പക്ഷേ ആ ഇഷ്ടപ്രകാരം മറുപടി ലഭിച്ചില്ല. മറുപടി ലഭിക്കുന്നതനുസരിച്ച് ലഭിച്ചില്ല, ക്രൂശിൽ പോകേണ്ടി തന്നെ വന്നു. പിന്നെ ഇതേത് ഇഷ്ടമാണ്? മറുപടി കിട്ടിയത്, ലഭിച്ച ഉത്തരവേദ. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാനയും കഴിക്കുകയും ഭയഭക്തിയും ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഏത് ഉത്തരമായത്? അല്ല, ഞാൻ പറയാം, വളരെ ശ്രദ്ധിച്ചിരിക്കണം. യേശുക്രിസ്തു മഹാപുരോഹിതനാണ്, അല്ലേ? അറിയാം. പക്ഷേ എബ്രായ ലേഖനം ആദ്യമായിട്ട് പഠിപ്പിച്ചാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. യേശുക്രിസ്തു മഹാപുരോഹിതനാണ്. യേശുക്രിസ്തുവിന് ഇനി എന്തോ ഇല്ല, ഒരു മരണത്തിൽ. യേശുക്രിസ്തു ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, പഴയ നിയമകാലത്ത് മഹാപുരോഹിതൻ തൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ആദ്യം ഒരു ആടിനെ കൊല്ലണം, പിന്നാണ് മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി ആടിനെ കൊന്നിട്ട് വേണം. ആണ്ടിൽ ഒരിക്കൽ മാത്രമേ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലാൻ പറ്റൂ. ആ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനമില്ല.
അപ്പോൾ ആദ്യം മഹാപുരോഹിതൻ്റെ പാപത്തിന് വേണ്ടി രക്തം ചൊരിയണം, ആടിനെ അറക്കണം. അതിനുശേഷം ജനങ്ങളുടെ എല്ലാം പാപങ്ങൾക്ക് വേണ്ടി ആടിനെ ഇറക്കി കൊണ്ടുവന്ന് കൃപാസനം അതിവിശുദ്ധ സ്ഥലത്തായിരിക്കുന്നത്, അവിടെ പോയി രക്തം തളിച്ചെങ്കിൽ മാത്രമേ ഈ പാപം ക്ഷമിക്കത്തേ ഉള്ളൂ. പാപം മാറ്റിക്കളയുന്നില്ല, മറക്കുന്നില്ല, പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടുന്നില്ല. എന്നാൽ യേശുക്രിസ്തു മഹാപുരോഹിതൻ, ഇവിടുത്തെ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ യാഗവസ്തുവും പുരോഹിതനും യേശുവാണ്. അപ്പോൾ പഴയ നിയമത്തിലെ പുരോഹിതന്മാരെല്ലാം മരണമുള്ളതുകൊണ്ട് ഒരാണ്ടിൽ ഒരു പുരോഹിതനാണെങ്കിൽ പിന്നെ മധ്യസ്ഥ അടയ്ക്കുന്നത് വേറൊരു പുരോഹിതനാണ്. പക്ഷേ ഈ പുരോഹിതൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നവരാണ്, തുടർമാനമായി മധ്യസ്ഥ അണയ്ക്കുന്ന വ്യക്തി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യാഗവസ്തു ആരാ? ഇനി യേശുവിന് വേണ്ടി ഒരു യാഗം കഴിക്കേണ്ട കാര്യമില്ല, യേശു തന്നെ യാഗവസ്തുവാണ്. കാരണം യേശുവിന് പാവമില്ല. അപ്പോൾ യേശുവിന് വേണ്ടി പാവം കഴിക്കണ്ട. ഇനി പാവം കഴിക്കേണ്ട ആർക്ക് വേണ്ടിയിട്ടാ? ജനങ്ങൾക്ക് വേണ്ടി. ജനങ്ങൾക്ക് വേണ്ടി ആരാ പാപയാഗം കഴിക്കുന്നത്? യേശു ക്രിസ്തു. അപ്പോൾ ഉറച്ച നിലവിളിയോടും കണ്ണീരും കൂടെ അഭയാചന കഴിച്ചത് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. യേശുവിന് പാവമില്ല, പക്ഷേ ഈ യാഗം ദൈവം പ്രസാദിക്കണം. നമുക്ക് വേണ്ടി കഴിച്ച ഈ യാഗത്തിൽ ദൈവം പ്രസാദിക്കണം. ഓ ജീസസ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്. കാരണം ഞാനും നിങ്ങളും ഇനിയും വിശ്വസിക്കാനിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള യാഗം ഇവിടെ കഴിക്കുന്നത്. ഈ യാഗം കഴിക്കുമ്പോൾ ഉറച്ച നിലവിളിയോടും കണ്ണീരോടും അപേക്ഷയും അപജാതനയും കഴിക്കുകയും ഭയഭക്തി മൂലം ഉത്തരം ലഭിച്ചു. എങ്ങനെ ഉത്തരം ലഭിച്ചത്? ഉത്തരം ലഭിച്ചത് അവിടെ മരിക്കുമ്പോൾ, യാഗമാകുമ്പോൾ നമ്മളെല്ലാം ക്രിസ്തുവിലുണ്ടായിരുന്നു. യേശുവിനെ സ്വയമായിട്ട് ജീവനെ കൊടുക്കുവാനും ജീവൻ തിരികെ സ്വീകരിക്കാനും യേശുവിന് പറ്റും. 3 ദിവസം കൊണ്ട് ഈ മന്ദിരം പൊളിക്ക്, 3 ദിവസം കൊണ്ട് ഞാൻ പണിയുമെന്ന് പറഞ്ഞപ്പോൾ യേശു പണിഞ്ഞില്ല. ആര് പണിതു? പിതാവാൻ ദൈവം അവനെ ഉയർപ്പിച്ചത്. ഈ യാഗത്തിൽ പിതാവാൻ ദൈവം പ്രസാദിച്ച് ഇവനെ ഉയർപ്പിച്ചു. ഹല്ലേലൂയ. ആ ഉയർപ്പിച്ചപ്പോൾ എന്നെ കൂടെ ഉയർപ്പിച്ചത്. ഓ ഹല്ലേലൂയ. അത് യേശുവിനെ ഉയർക്കാൻ സ്വയമായിട്ട് അവൻ ഉയർക്കാം. ഓ പ്രൈസ് ദി ലോർഡ്. ജീവനെ കൊടുക്കുവാനും ജീവനെ എടുക്കുവാനും അധികാരമുണ്ട്. അത് തന്നല്ല, ഈ മന്ദിരം പൊളിക്ക് 3 ദിവസം കൊണ്ട് ഞാൻ പണിയും എന്ന് പറഞ്ഞവൻ പറഞ്ഞു, യാഗം സമർപ്പിച്ചിരിക്കുന്നത് പിതാവിൻ്റെ സന്നിധിയിലാണ്. പിതാവ് ഉയർപ്പിക്കണം. പാപം ചെയ്തത് യേശു അല്ല, ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപവുമാണ്. ഉറച്ച നിലവിളിയോടും കണ്ണീരോടും കൂടെ അപേക്ഷയും അപേക്ഷയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. പിതാവാം ദൈവം അവനെ ഉയർപ്പിച്ചു, മരണപാശങ്ങളെ അഴിച്ച്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടാൻ എന്താ വേണം? യേശു കർത്താവെന്നും ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചെന്നും വിശ്വസിക്കണം. ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് വിശ്വസിച്ചെങ്കിൽ മാത്രമേ എൻ്റെ ബലിയിൽ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ഹല്ലേലൂയ. എൻ്റെ ഉയർപ്പ് ആ ബലിയിലാണ് നടക്കുന്നത്. ഞാൻ ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ എൻ്റെ ഉയർപ്പ് നടക്കുക. ഹല്ലേലൂയ. അതിലെല്ലാവരും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് നിത്യജീവനായി യോഗ്യരാക്കപ്പെട്ടവർ മാത്രമേ ഉള്ളൂ ആ ഉയർപ്പിന്റെ അകത്ത്. ഹല്ലേലൂയ. ഏലിയാവ് യാഗം കഴിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് വേണം തീ ഇറങ്ങാൻ. യേശു മഹാപുരോഹിതനായി യാഗം കഴിപ്പിക്കുക, സ്വർഗത്തിൽ നിന്ന് വേണം തീ ഇറങ്ങാൻ. സ്വർഗത്തിൽ നിന്ന് വേണം ഉയർപ്പിക്കാൻ. ആ ഉയർപ്പിന്റെ തെളിവാണ് യേശുവിലായിരിക്കുന്ന എൻ്റെ ഉയർപ്പിന്റെ ഹല്ലേലൂയ ഉറപ്പ്. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുന്ന എൻ്റെ ഉറപ്പ് എന്താന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിനോട് കൂടെ ഞാൻ ഉയർത്തെഴുന്നേറ്റു. ഇനിയും ആ ഉയർത്തെഴുന്നേറ്റ് എന്നെ ഹല്ലേലൂയ ഈ ലോകത്തിന്റെ ഒരു ശിഷ്ടത്തിനും തടയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പിതാവാൻ ദൈവം യേശു പറഞ്ഞു. ഹല്ലേലൂയ. എങ്ങനെ? എൻ്റെ മിടുക്കൊണ്ടല്ല, ഒരുത്തൻ നിലവിളിയോടും കണ്ണീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം, അവന്റെ ഭയഭക്തി നിമിത്തമാണ് ഉത്തരം കിട്ടിയത്. ഹല്ലേലൂയ. യെസ്. എൻ്റെ ഭയഭക്തി നിമിത്തമല്ല, യേശുവിൻ്റെ ഭയഭക്തി നിമിത്തം. അതുകൊണ്ടാണ് പറയുന്നത്, യേശു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. പിതാവ് യാഗം അംഗീകരിച്ചില്ല. യേശു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ പിതാവ് യാഗം അംഗീകരിച്ചില്ല. യേശു സ്വയമായിട്ട് യാഗം കഴിക്കുകയല്ലായിരുന്നു, നമുക്ക് വേണ്ടി. അവൻ പാപമാക്കിയത് എൻ്റെയും നിങ്ങളുടെയും പാപം. ഹല്ലേലൂയ.
ഓ പ്രൈസ് ദി ലോർഡ്. എൻ്റെയും നിങ്ങളുടെയും ഉയർപ്പ്, ഹല്ലേലൂയ, അതാണ് കാണുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ വെളിപ്പാട് നിങ്ങൾക്ക് അകത്ത് വന്നെങ്കിൽ നിങ്ങൾക്കിനിയും ഹല്ലേലൂയ ദൈവത്തെ സ്തോത്രം ചെയ്യാൻ വേറൊരു വിഷയവും വേണ്ട. ഈ ലോകത്തിൽ എന്തെങ്കിലും കിട്ടുകയല്ല. പ്രൈസ് ദി ലോർഡ്. ഓ ഭയങ്കര നോക്കിയേ. അപ്പോൾ കാൽവറിയിൽ യാഗം കിടക്കുമ്പോൾ പുരോഹിതൻ കണ്ണീരോടും പ്രാർത്ഥിക്കുക. കാരണം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വയമായിട്ട് ഉയർപ്പിക്കാൻ പറ്റും. പക്ഷെങ്കിൽ അന്നേരം പിതാവല്ല ഉയർപ്പിക്കുന്നു. ജീവനെ കൊടുക്കാനും ജീവൻ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. 3 ദിവസം കൊണ്ട് ഞാൻ ഇതിനെ പണിയും എന്ന് പറഞ്ഞവൻ പറഞ്ഞു. പക്ഷെ ഞാനിപ്പോൾ കിടക്കുന്നത് ബലിയായും മഹാപുരോഹിതൻ്റെ സ്ഥാനത്തുമാണ്. എനിക്ക് മധ്യസ്ഥ അണയ്ക്കാനേ പറ്റൂ, എനിക്ക് ഉയർപ്പിക്കാൻ പറ്റത്തില്ല. ഉയർപ്പിക്കേണ്ട പിതാവാ, ബലി അർപ്പിച്ചിരിക്കുന്ന പിതാവിൻ്റെ മുന്നിലാ. പിതാവ് യേശു മൂളിയത് എൻ്റെ മിടുക്ക് കൊണ്ടോ എൻ്റെ വിശുദ്ധി കൊണ്ടോ ഒന്നും അല്ല, ഒരുത്തൻ്റെ ഭയഭക്തി മൂലം. അങ്ങനെ ഉയർത്തെഴുന്നേറ്റവൻ ഇനി യേശുവിന് വേണ്ടി മാത്രമേ ജീവിക്കൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ അതിനകത്തില്ല, നിങ്ങൾ ആ യാഗത്തിലില്ല. ഓൾറെഡി ഉയർപ്പിച്ചവൻ, ഇനിയും മരണമില്ല അവന്. അതുകൊണ്ടാ ക്രിസ്തു യേശുവിലുള്ളവന് ഇനി ശിക്ഷാവിധി ഇല്ല. മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ആര് മരണം വിട്ട്? നിങ്ങൾ യഥാർത്ഥമായിട്ട് മരണം വിട്ട് ജീവനിൽ കിടന്നെന്ന് ഉറപ്പുണ്ടോ? ആ ഉറപ്പാണ് ദൈവത്തെ എന്നും ആരാധിക്കാൻ. ഈ ലോകത്തിന്റെ ഒരു ശിഷ്ടത്തെ എനിക്ക് വേണ്ട എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അടുത്ത വചനം. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങൾ അനുസരണം പഠിച്ചു. യേശു അനുസരണം പഠിച്ചു. പുത്രനായിട്ടും അനുസരണം പഠിക്കണം. ഇപ്പോൾ പറയാം പുത്രനായാൽ പിന്നെ അനുസരണം ഒന്നും വേണ്ട. ഇപ്പോഴത്തെ പ്രോസ്പെരിറ്റി ടീച്ചിങ് പറയുന്നത് പുത്രനായി കഴിഞ്ഞാൽ പിന്നെ അനുസരണം ഒന്നും വേണ്ട, ചുമ്മാ നടന്നാൽ മതി, ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. യഥാർത്ഥ ഒറ്റ പുത്രനാണ്. ആ പുത്രന് അനുസരണം പഠിച്ചത് കൊണ്ടാണ്. അടുത്ത വചനം. തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്നവർക്ക്, നോക്കി, തന്നെ അനുസരിക്കുന്നവർക്ക് നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായി തീർന്നു. നോക്ക്, ആ ബലിയ പിതാവാൻ ദൈവം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈ തന്നെ അനുസരിക്കുന്നവർക്ക് നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായി തീർന്നു. ഇനി നിങ്ങൾ പറ, യേശുവിനെ കൂടാതെ ആര് രക്ഷിക്കപ്പെടും? അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായി തീർന്നു. എല്ലാവർക്കും ഇല്ല. ഇവിടുത്തെ ബ്ലെസ്സിങ്ങിന് വേണ്ടിയൊക്കെ കർത്താവിൻ്റെ സന്നിധി വരുന്നവർക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കും ദൈവം. അതിനാണ് ഞാൻ ആ വചനം കാണിച്ചത്. ഇവിടുത്തെ ബ്ലെസ്സിങ്ങിന് വേണ്ടി പോകുന്നവർക്കെല്ലാം ദൈവം കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷേ ഇത് നിത്യരക്ഷ തന്നെ അനുസരിക്കുന്നവർക്ക്. കാരണം നമ്മളെ വീണ്ടെടുക്കാൻ, ഇനി നിങ്ങൾ പറ, എന്നെ അനുഗ്രഹിക്കാൻ, ഈ ലോകത്തിലെ അനുഗ്രഹിക്കാൻ ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. യേശു ഇവിടെ വന്നപ്പോൾ തന്നെ രോഗികളെ സൗഖ്യമാക്കി, വേണ്ടുന്നവർക്കെല്ലാം കൊടുത്തു. അപ്പം അഞ്ഞപ്പം കൊണ്ട് 5000 പേരെ. ഇതൊന്നും യാഗം വേണ്ടായിരുന്നു. പക്ഷേ എന്നെ നിത്യതയിലെത്തിക്കാൻ ഈ യാഗത്തിൽ കൂടിയേ പറ്റൂ. കാരണം പിതാവാൻ ദൈവം തീരുമാനിക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ലോർഡ്. 12:30 ആകുമ്പോൾ ഞാൻ ക്ലോസ് ചെയ്യും. ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഇനിയിപ്പോൾ താഴോട്ട് അതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് മടങ്ങി വരാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ ഇടയിൽ സുശേഷിക്കുന്ന ശുശ്രൂഷകൾ സോപ്പിട്ടുള്ള ശുശ്രൂഷ അല്ല. സുശേഷം അതല്ല. പൗലോസ് ഏറ്റവും വലിയ കൃപയുടെ ശുശ്രൂഷകനായ പൗലോസ് അങ്ങനെ അല്ല പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 24:25 വാക്യം. അപ്പോസ്തലപ്രവൃത്തി 24:25. അടുത്ത മേളത്തെ അടുവചനം കൂടെ 24-ാമത്തെ വാക്യം. കുറേ നാൾ കഴിഞ്ഞിട്ട് അപ്പോസ്തലനെ കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടു. ന്യായവിധി ഫെലിക്സിൻ്റെ കയ്യിലാണ് കിടക്കുന്നത്. കുറേ നാൾ കഴിഞ്ഞിട്ട് ഫെലിക്സ് യഹൂദസ്ത്രീയായ തൻ്റെ ഭാര്യ ദുസ്സില്ലയുമായി വന്ന് പൗലോസിനെ വരുത്തി ക്രിസ്തുയേശുവിനെ വിശ്വാസത്തെക്കുറിച്ച് അവൻ്റെ പ്രസംഗം കേട്ടു. കാരണം എന്താ കിട്ടും? ക്രിസ്തുയേശുവിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് വിചാരിച്ചാ?
അപ്പോൾ അടുത്ത വചനം പറഞ്ഞപ്പോൾ ആൾ പോയി. അടുത്ത വചനം എന്താണെന്ന് ചോദിക്കും. നീതിയും ഇന്ദ്രിയ ജയം വരുവാനുള്ള ന്യായവിധിയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു. ഇന്ന് ഇവിടെ തന്നെ ഇതുപോലെ സംഭവിക്കുന്നത്. എല്ലാം കിട്ടുമെന്നൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആൾ കൂടും. പക്ഷേ ദൈവത്തിൻ്റെ നീതിയും ഇന്ദ്രിയ ജയവും വരുവാനുള്ള ന്യായവിധിയും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഭയവശനായി പോകും. അങ്ങനെ ഭയവശരാക്കരുതെന്നാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. ആരെയും ഭയവശരാക്കരുത് ക്രിസ്തുവിലേക്ക് വരാൻ. പക്ഷെ പൗലോസ് ചെയ്തത് എന്താണെന്ന് ചോദിച്ചു. യഥാർത്ഥമായിട്ട് വിളിയുള്ളവൻ ഭയവശനാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് മച്യൂരിറ്റിയുള്ള സഭയിൽ ഈ ഇന്ദ്രിയജയമോ നീതിയോ വരുവാനുള്ള ന്യായവിധിയോ പഠിപ്പിക്കുമോ? സുവിശേഷം പറഞ്ഞു തുടങ്ങിയത് ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ ജോലിയൊക്കെ ശരിയാകും, ഇതൊക്കെ പറഞ്ഞല്ലേ വിളിച്ചുകൊണ്ട് വരുന്നത്. പക്ഷേ പൗലോസ് എടുത്ത വായിൽ എന്താ പറഞ്ഞേ? കാരണം എന്താ? കാൽവറിയിൽ ആർക്ക് വേണ്ടി യാഗമായോ അവനിതിലേക്ക് വരാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവർക്കും വരാൻ പറ്റത്തില്ല. എല്ലാവരും യഥാർത്ഥ കോമൺ ഗ്രേസിൻ്റെ ഭാഗമാണ്. കോമൺ ഗ്രേസ്, എല്ലാവർക്കും കിട്ടുന്ന ഗ്രേസ് ഉണ്ടല്ലോ, അത് വിശ്വസിക്കാത്തവനും എല്ലാത്തവനും കോമൺ ഗ്രേസ്. ഞാനതാ വിചാരിച്ചിരിക്കുക, ദൈവം എല്ലാവർക്കും ഗ്രേസ് ഉണ്ട്. ചിലർക്ക് ടാലൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഇതെല്ലാം കോമൺ ഗ്രേസാണ്. പക്ഷെ അതൊന്നും നിത്യയിലെത്തത്തില്ല. സ്പെഷ്യൽ ഗ്രേസ്, ക്രിസ്തുവിൽ കൂടിയുള്ള ഗ്രേസ്, അത് കിട്ടുന്നവർക്ക് മാത്രമേ നിത്യയിലെത്താൻ പറ്റൂ. ഞാൻ പറയാം, യോസഫ് പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം യോസഫ് നിമിത്തം പൊത്തിഫേറിനെ അനുഗ്രഹിച്ചു. അതെന്തോ കോമൺ ഗ്രേസ് ആണോ സ്പെഷ്യൽ ഗ്രേസ് ആണോ? ജോസഫ് നിമിത്തം പൊത്തിഫേറിനെ അനുഗ്രഹിച്ചു. ആ ഗ്രേസ് എന്തുവാ? കോമൺ ഗ്രേസ്. അതിന് നിത്യമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അബീമലേക്കിനെ അബ്രഹാം പ്രാർത്ഥിച്ചപ്പോൾ അനുഗ്രഹിച്ചു. അതെന്താ? അപ്പോൾ യേശു വന്നപ്പോൾ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അതെന്താ? കോമൺ ഗ്രേസ്, എല്ലാവർക്കും കൊടുത്തല്ലേ. രോഗികളെ സൗഖ്യമാക്കി. ആരും ക്രൂശിലുണ്ടായിരുന്നോ? ചിരിക്കുന്നു. ക്രൈസ്തലോ ചിരിക്കാനല്ല, ഇത് വളരെ സീരിയസ് മാറ്ററാണ്. ഒരൊറ്റ മനുഷ്യൻ ക്രൂശിലില്ലായിരുന്നു ഈ പോഷിപ്പിച്ചവരെയൊക്കെ. യഥാർത്ഥമായിട്ട് തന്നെ പിൻപറ്റിയ ശിഷ്യന്മാർ, അവരെ പോലും ദൈവം മടക്കി വിളിക്കുകയായിരുന്നു. അവരും തെറ്റി തൻ്റെ പണിക്ക് പോയി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശു അവരെ മടക്കി വിളിച്ചു. കാരണം എന്താണെന്നറിയാമോ? ഈ സ്പെഷ്യൽ ഗ്രേസ് എത്തണം. ലോകസ്ഥാപനത്തിന് മുമ്പ് കുറേ പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവർ ഈ സുവിശേഷം കേൾക്കുമ്പോൾ തന്നെ ഈ ശബ്ദം, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, ഞാനും അവരും ഒന്നായിത്തീരും. ഹല്ലേലൂയ. ഒരിടയനും ഒരാടുമായി മാറും. വിശാല വഴി, ഒത്തിരി പേര് വിശാല. നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇടുക്ക് വഴിയാണ്, കുറച്ച് പേരെ കാണും. ചെറിയ ആട്ടിൻകൂട്ടമേ, നിങ്ങൾ ഭയപ്പെടേണ്ട. രാജ്യം നിങ്ങൾക്ക് തരാൻ ദൈവം പ്രസാദിച്ചു. ഇവിടെ അനേകർ പ്രൊഫസർ ക്രിസ്ത്യാനികളെന്ന് പറയും, പക്ഷേ അവർ നിത്യതയെ കാണില്ല. ഞാൻ ഒത്തിരി കരഞ്ഞുപോയി. യഥാർത്ഥ ദൈവവചനത്തിൻ്റെ വെളിപ്പാട് കിട്ടുമ്പോൾ കരയും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നവർ പലരും നിത്യതയിലില്ല. ഒരു സംസ്കാര ശുശ്രൂഷയിൽ പോകുന്ന ഉടനെ ഒരു ബിലീവർ, യഥാർത്ഥമായിട്ട് കർത്താവിനെ വേണ്ടി ജീവിച്ചൊരു വ്യക്തി പോകുന്ന ഉടനെ നമുക്ക് വേദനയുണ്ടാകും. കാരണം ഈ വ്യക്തി നമ്മളുമായിട്ടുള്ള ബന്ധത്തിൽ വേദനയുണ്ട്. കരയരുതെന്ന് പറയുന്നത് ചുമ്മാതാ, കരയാം. പക്ഷേ പ്രത്യാശയില്ലാതെ കരയല്ല. അവൻ ഓൾറെഡി നിത്യതയിൽ എത്തിയിട്ടുണ്ട്. അവനെ കാണാം എന്നുള്ള പ്രത്യാശയുണ്ട്. പക്ഷേ ഇവിടുത്തെ കരച്ചിലെന്ന് പറഞ്ഞാൽ, ഞാനുമായിട്ട് ഒന്നിച്ച് നടന്ന വ്യക്തി മാറ്റപ്പെട്ടു. ഞാൻ എൻ്റെ പപ്പ മരിച്ചപ്പോൾ കരഞ്ഞു. പക്ഷേ ആ കരച്ചിൽ നിലനിർത്തുന്നതല്ല. കാരണം പപ്പ നിത്യതയിൽ കാണുമെന്ന് എനിക്കറിയാം. പക്ഷേ ആ കരച്ചിലെന്ന് പറഞ്ഞാൽ ഞാനും അത് ഒത്തിരി ഇഴുകിച്ചേർന്ന് ജീവിച്ചു. കരയെന്ന് പറയുന്ന വലിയ മണ്ടത്തരാ, വെറുതെ ബലം പിടിച്ച് കരയാതിരുന്നിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ ഒരു ടീച്ചിങ് ഒക്കെ ഉണ്ട്. കാരണം ആ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ പപ്പ നഷ്ടപ്പെട്ടു പോകാന്നുള്ളതല്ല. പക്ഷെ ഞാനുമായിട്ട് ഇത്രയും വർഷം ഒന്നിച്ച് ജീവിച്ച വ്യക്തി പെട്ടെന്ന് മാറ്റപ്പെടുന്നു. ഈ കരച്ചിലുണ്ടാവും. ആരെങ്കിലും കാണിക്കാതിരിക്കാൻ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാസ്റ്റർ അല്ലയോ കരഞ്ഞു, നിത്യതയുടെ വ്യത്യാസമില്ല. അല്ല, നിത്യയുടെ പ്രത്യാശയും ഇതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. അതേസമയം ഒരു അൺബിലീവർ മരിക്കുന്ന ഉടനെ ഭയങ്കരമാണ്. കാരണം ഈ വ്യക്തി നഷ്ടപ്പെടുന്നു. അത് മാത്രമല്ല, നിത്യതയിലും കാണാൻ പറ്റത്തില്ല. അവിടെ പോയി ഒന്ന് ശുശ്രൂഷിക്കാന്ന് പറയുന്നത് വലിയ ഭാരമാണ്. പറ്റത്തില്ല. എന്ത് പറയാന്? ഇവിടെ ഒരു പ്രത്യാശയുണ്ട്. നേരുന്നതെല്ലാം പ്രത്യാശ. ഇവിടെ ഒന്നും പ്രത്യാശയില്ല, ഒന്നും നേരാനില്ല. പിന്നെ വേദനയുണ്ട്. കാരണം നമ്മൾ അവിശ്വാസിയെ എല്ലാവരും സ്നേഹിക്കും, ദുഷ്ടന്മാരെയും ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കണമെന്നാണ്. പക്ഷേ ആരാധനയുമായ ബന്ധം, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അവരുമായിട്ടുള്ള ബന്ധമല്ല. അവർക്ക് വേണ്ടുന്നതായ ഉണ്ട്. അവർ മാറ്റപ്പെടും, നമ്മളെ വേദനിപ്പിക്കുന്ന. എനിക്ക് ചിലരൊക്കെ മാറ്റപ്പെടുന്നു, അൺബിലീവർ മാറ്റപ്പെടുന്നു, എനിക്ക് വേദന വരുത്താറുണ്ട്. പക്ഷേ ഏറ്റവും വലിയ വേദന, അവർ നിത്യതയിൽ കാണത്തില്ല.
കാരണം എന്താ? വളരെ സ്പഷ്ടമാണ്. യേശു പോലും ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. ആർക്ക് വേണ്ടി കലോറിയാകും അവർക്ക് വേണ്ടി മാത്രമേ യേശു പ്രാർത്ഥിച്ചുള്ളൂ. ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുള്ളൂ. ഇപ്പോഴും അവർക്ക് വേണ്ടിയേ പ്രാർത്ഥിക്കുന്നുള്ളൂ. കാരണം എന്താ? അവരെ മാത്രമേ ദൈവത്തിന് തൻ്റെ സ്വരൂപത്തോട് അനുരൂപമായി വിശദീകരിക്കാൻ പറ്റൂ. യേശു ഈ യാഗം കഴിച്ചിട്ട് ഈ ആർക്ക് വേണ്ടി യാഗം കഴിച്ചു അവർക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ബൈബിളുണ്ട്, ഞാനൊരു ദിവസം പഠിപ്പിക്കാം. എബ്രായ ലേഖനത്തിനകത്ത് തന്നെ ബാക്കി കിടപ്പുണ്ട്. നോക്കിക്കേ, എന്തൊരു പദവിയാണ് ഇത്. ഞാനും ആ വ്യക്തിയുമായിട്ട് എന്താ വ്യത്യാസം? ഞാനതാ രാവിലെ പാപച്ചുളിയിൽ കിടന്ന എന്നെ ക്രിസ്തു ആ പാറയിൽ ഉറപ്പിച്ചു. എന്തൊരു ഭാഗ്യാവസ്ഥ. ആ ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ അനുദിനം അനുഭവിക്കും, ഞാൻ സന്തോഷിക്കും. അവരിനി അടിച്ചാലോ തിടിച്ചാലോ എനിക്ക് വിഷയമല്ല, കാരണം ഞാൻ നിത്യതയ്ക്കുള്ളവനാണ്. പക്ഷെ ആ വ്യക്തിയുടെ സ്ഥിതി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അടിക്കുന്ന വ്യക്തിയുടെ സ്ഥിതി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അവൻ ഇന്ന് മരിച്ചാൽ നിത്യ നരകത്തിലോട്ട് പോവുക. അതിൻ്റെ വേദനയാണ്. കർത്താവേ, ഇവർ ചെയ്യുന്നത് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണം. അർത്ഥം അങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ വെളിപ്പാടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പറ്റൂ. അതാണ് ക്രിസ്തുവിൻ്റെ വെളിപ്പാടുള്ളവർക്ക് മാത്രമേ ഇവൻ ചെയ്യുന്നത് എന്താണെന്നറിയാം, ഇവരോട് ക്ഷമിക്കാൻ പറ്റൂ. ദുഷ്ടന്മാരെയും ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കാൻ പറ്റൂ. ക്രിസ്തു എന്നിൽ ജീവിച്ചെങ്കിൽ മാത്രമേ പറ്റൂ. അതിന് യേശുവിനെ കൂടാതെ എനിക്ക് പറ്റത്തില്ല. വാക്കുകൾ അവസാനിപ്പിക്കുക. ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ ഇനി ഒന്നുകൂടെ കേട്ടാലും വിഷയമില്ല, റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് ഞാൻ പറഞ്ഞ ഈ റെഫറൻസൊക്കെ നിങ്ങൾ പോയിരുന്ന് വീട്ടിൽ പരിശുദ്ധാത്മാവ് ഞാൻ പറഞ്ഞു എന്നെ നോക്കിയിട്ട് യാതൊരു കാര്യമില്ല, യേശുവിനെ നോക്കിയാലേ പറ്റും. അതാണ് പറഞ്ഞത്. ഞാൻ ഒരിക്കലും എന്നിലേക്ക് ആരെയും ആകർഷിക്കാറില്ല. ഇന്ന് ഒത്തിരി പേര് ആകർഷിക്കുന്നുണ്ട്. എന്നിലേക്ക് ആകർഷിച്ചാൽ നിങ്ങൾ എന്നെ പോലെ ആകത്തുള്ളൂ, യേശുവിനെ പോലെ ആകത്തില്ല. എൻ്റെ ശുശ്രൂഷ മൊത്തം യേശുവിനെ ചൂണ്ടിക്കാണിക്കാം. നിങ്ങൾ യേശുവിൽ പോയെങ്കിൽ മാത്രമേ നിങ്ങൾ യേശുവിനെ പോലെ ആകൂ. എന്നിലേക്ക് ആരെങ്കിലും ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിൽ തെറ്റാത്, അത് കൾട്ടാ. നിങ്ങളുടെ പൂർണ്ണ രക്ഷയും പൂർണ്ണ മഹത്വവും യേശുവിൽ കൂടി മാത്രമേ കിട്ടൂ. ഞാൻ നിങ്ങളെ ചൂണ്ടുന്നത് യേശുവിലേക്കാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിലേക്കല്ല. നിങ്ങൾ കബളിപ്പിക്കപ്പെട്ടു പോകരുത്. ആരെങ്കിലും വ്യക്തിയിലേക്ക് ചൂണ്ടിയെങ്കിൽ അവിടെ അല്ല നിങ്ങളുടെ രക്ഷ. നിങ്ങളുടെ രക്ഷ യേശുക്രിസ്തുവിൽ മാത്രം. നിങ്ങളുടെ രക്ഷയുടെ പൂർണ്ണതയും യേശുക്രിസ്തുവിൽ കൂടി മാത്രമാണ്. പ്രാർത്ഥിക്കാൻ പോവാം. നല്ല പിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം, പരിമിതികൾ ഒത്തിരി ഉണ്ടെങ്കിലും ഇത്രയും പേർക്ക് നിങ്ങൾ ഒരുമിച്ച് ഈ ആലയത്തിൽ വന്ന് നീ ചെയ്ത ഉപകാരങ്ങൾ ഇന്ന് ചെയ്തതല്ല, മിനിഞ്ഞാന്ന് ചെയ്തതൊന്നുമല്ല, ഇത്രത്തോളം വെടിവെച്ചതൊന്നുമല്ല. ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ ക്രിസ്തുയേശുവിൽ കണ്ടു. കാൽവറിയിലെ യാഗത്താൽ എന്നെ വീണ്ടെടുത്തു. എന്നെ മക്കളാക്കി തീർത്ത് ഓരോ നിമിഷവും എന്നെ ഡിസിപ്ലിൻ ചെയ്ത് അവൻ്റെ വിശുദ്ധിയിലേക്ക് നടത്തുന്നു. ആ മഹത്വത്തിൻ്റെ പ്രത്യാശയിലേക്ക് എന്നെ ഓരോ നിമിഷവും നടത്തുന്ന ആ ദൈവത്തിൻ്റെ വലിയ കരുതൽ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ എങ്ങനെ വർണ്ണിക്കും? ഞങ്ങൾ എങ്ങനെ നിന്നെ മഹത്വപ്പെടുത്തും? എന്ത് യോഗ്യത, എന്ത് യോഗ്യത! യുഗായുഗം നിന്നോടൊത്ത് വാഴാനുള്ള ആ വലിയ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഓ ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഞങ്ങൾ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കാനല്ല കർത്താവേ, നിനക്ക് വേണ്ടി ജീവിക്കുവാൻ. ഹല്ലേലൂയ. നീ എന്താഗ്രഹിക്കുന്നു അതിനു വേണ്ടി ഞങ്ങൾ ജീവിക്കുവാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ മഹത്വത്തിലേക്ക് എത്തുക എന്നുള്ള ഒരൊറ്റ വാഞ്ച, ഒരു വാഞ്ചയേ ഉള്ളൂ, ഒരൊറ്റ വിളി, ഒരു വിളിയേ ഉള്ളൂ. ആ പരമവിളിയിലെ ലക്ഷ്യമാക്കി ഞങ്ങൾ ഓടുക. പ്രൈസ് ദി ലോർഡ്. ലഭിച്ചു കഴിഞ്ഞോ തികഞ്ഞവനായിട്ടൊന്നല്ല, നിങ്ങൾ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടത് കൊണ്ട്. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടതുകൊണ്ട് എനിക്കും അത് പ്രാപിക്കാവോ എന്ന് വെച്ച് ഞാൻ ഓടുന്നു. ഹല്ലേലൂയ. ജീസസ്, ഹല്ലേലൂയ. ഗ്ലോറി ടു ലോർഡ്. ഗ്ലോറി 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 ഗ്ലോറി. ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ, ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ. ഹല്ലേലൂയ. ദൈവസാന്നിധ്യം ഇറങ്ങി. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ചിന്തകൾ മാറട്ടെ. ക്രിസ്തു നിറയട്ടെ, ക്രിസ്തു നിറയട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്തുള്ളൂ? ഇത്രത്തോളം കൊണ്ടുവരാൻ ഞാൻ എന്തുള്ളൂ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിന്നെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് എന്ത് വിഷയം? നിന്നെ മഹത്വപ്പെടുത്തുവാൻ, നിന്നെ സാക്ഷിക്കുവാൻ ഞങ്ങൾക്ക് വിഷയം വല്ലതും വേണോ? ഇന്നത്തെ വിഷയമൊന്നുമല്ല. ലോകസ്ഥാപനത്തിന് മുമ്പ് ഞങ്ങളെ തിരഞ്ഞെടുത്തൊരു വിഷയം കിടക്കുന്നത്. ഞങ്ങളുടെ വിശ്വാസം എവിടെ പോയാലും ഡിക്ലെയർ ചെയ്യുവാൻ, ആരുടെ മുമ്പിലും പറയുവാൻ. ഹല്ലേലൂയ. ജീസസ്, ഞങ്ങൾക്കൊരു സാക്ഷ്യമുണ്ട്. ഞങ്ങളുടെ ഈ ലോകത്തിൻ്റെ കാര്യം നിന്നെ ആശ്രയിക്കാത്തവർക്ക് പോലും നീ നന്മ ചെയ്യുന്നൊരു ദൈവമാണ്. അങ്ങനെയെങ്കിൽ മക്കളായി തീർന്ന ഞങ്ങൾക്ക് വേണ്ടി നീ ലോകത്തിൽ വേണ്ടുന്നൊക്കെ കരുതിയിട്ടുണ്ട്.
പക്ഷെ ഞങ്ങളുടെ കണ്ണ് അതിലേക്കല്ല, ഞങ്ങളുടെ കണ്ണ് നിന്നിലേക്കാ. ആ നന്മകളൊക്കെ നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഞങ്ങളെ പിൻപറ്റും. ഹല്ലേലൂയ. എപ്പോഴും ഞങ്ങളുടെ കണ്ണ് നിന്നെയാ. ആ കണ്ണ്, ഞങ്ങളുടെ കണ്ണ് നിന്നിൽ നിന്ന് മാറിപ്പോകരുത്. മാറിയാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ ലോകത്തിലേക്ക് ഞങ്ങളുടെ കണ്ണ് പോകാതെ നിന്നെ മാത്രം ലക്ഷ്യം വെച്ച് പോകുവാൻ ഹല്ലേലൂയ ഞങ്ങളെ നീ സഹായിക്കണമേ. കേൾപ്പിച്ച ദൈവവചനം നീ തന്നെ സംസാരിക്കുക, നീ തന്നെ അത് വെളിപ്പെടുത്തി കൊടുത്ത് അനേകരെ നിങ്ങളിലേക്ക് ആകർഷിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആത്മീയ നിലവാരം മാറട്ടെ. ഈ പ്രതികൂലം നടന്ന നടുവിലും അതൊന്നും ഒരു കാര്യമാക്കാതെ എന്നെ വിളിച്ചിരിക്കുന്നൊരു ദൈവമുണ്ട്. അവന് എന്നെപ്പറ്റി ഒരു വലിയ പർപ്പസുണ്ട്. ആ പർപ്പസിനെ ലക്ഷ്യം വെച്ചാൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ ഓട്ടത്തിൽ ഞാൻ തകർന്നു പോകാതെ, പിന്മാറിപ്പോകാതെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നിന്നെ നോക്കി ഓടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഇന്ന് വന്നിരിക്കുന്ന ഓരോരുത്തർക്കായി സ്തോത്രം. എൻ്റെ നടുവിൽ ഭാരത്തോടെ ഇരിക്കുന്നവർക്ക് ക്രിസ്തുവിൽ കൂടിയുള്ള സമാധാനം, ക്രിസ്തുവിൽ കൂടിയുള്ള സന്തോഷം, ക്രിസ്തുവിൽ കൂടിയുള്ള സമൃദ്ധി അവിടുന്ന് വെളിപ്പെടുത്തണമേ. ഞെരുക്കങ്ങൾ മാറട്ടെ. ഞെരുക്കങ്ങൾ അവരെ അലട്ടത്തില്ല. ദൈവം അവരോട് കൂടെയുള്ളതിനായി സ്തോത്രം. രോഗങ്ങൾ അവരെ അലട്ടത്തില്ല. കർത്താവ് കൂടെയുള്ളതിനായി നന്ദി. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നില്ല. കർത്താവ് കൂടെയുള്ളതിനായി സ്തോത്രം. കരുതുന്നവൻ ഓരോ നിമിഷവും കൂടെ ഇരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ഭാരത്തോടെ ഇരിക്കുന്നവർക്ക് ആശ്വാസവും സമാധാനവും ആകട്ടെ. ഹല്ലേലൂയ. യൗവനക്കാരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. അവർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് കർത്താവെ അവർക്ക് വെളിപ്പെട്ടു വരട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. മാതാപിതാക്കൾ വാർദ്ധക്യത്തിലും ബലത്തോടെ നടക്കട്ടെ. ഹല്ലേലൂയ. കുടുംബജീവിതം ആഗ്രഹിക്കുന്നവർക്ക് തക്ക ജീവിത പങ്കാളി നീ ഒരുക്കി വെച്ചിരിക്കുന്നത് തന്നെ വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ദൈവിക ആലോചനയാൽ എല്ലാവരും നടത്തണം കർത്താവേ. ഹല്ലേലൂയ. ആരും കർത്താവേ വഴിതെറ്റിപ്പോകാതെ ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരുവാൻ ഹല്ലേലൂയ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യുന്ന സ്തോത്രം. ഇന്ന് ഇങ്ങനെ വന്ന് ഒരു കൂടിവരവിന് ആ കൂട്ടായ്മയ്ക്ക് നീ ഒരുക്കിയതിനോട്ട് സ്തോത്രം. ഇതിൽ സഹകരിച്ച എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ഏതെങ്കിലും വിഷയത്താൽ ഇന്ന് സഹകരിക്കാൻ പറ്റാത്തവർ എവിടെയൊക്കെ ഭവനത്തിലായിരിക്കുന്നു, പരിപാലിക്കും. സഭയാം കുടുംബത്തെ മുഴുവനായി സമർപ്പിക്കുന്നു. പരിപാലിക്കും. ഞെരുക്കങ്ങൾ മറ്റു വിഷയങ്ങളിന്മേലൊക്കെയും അവർക്ക് ആശ്വാസവും സമാധാനവും ദൈവം അയക്കുന്നതിനായി സ്തോത്രം. രോഗികൾക്കായിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അമ്മാമയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സൗഖ്യത്തോടെ എഴുന്നേറ്റ് നിന്നെ മഹത്വപ്പെടുത്താൻ പ്രത്യാശയാലും വിശ്വാസത്താലും നിൻ്റെ മകളെ അവിടെ നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഒടിച്ചാനായി സ്തോത്രം. മകനെയും ബലപ്പെടുത്തി വിശ്വാസത്തിൽ ഉറപ്പിക്കും. ഇന്ന് പങ്കെടുത്ത ഹല്ലേലൂയ ഇത് സഹകരിച്ച എല്ലാവർക്കും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. മഹത്വം കർത്താവിനെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തൻ്റെ പിതാവേ.